ബ്രൂവറി മുതൽ സ്പ്രിംഗ്ലർ വിഭാഗം അവസാനം ആഴക്കടൽ മത്സ്യബന്ധന കരാർ നിങ്ങളൊന്ന് പരിശോധിക്കണം. ഈ ഗവൺമെന്റ് ഈ തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആളുകൾ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നു. എല്ലാ ദിവസവും രമേശ് ചെന്നിത്തല ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പ്രിയമുള്ളവരെ, രമേശ് ചെന്നിത്തല 13 ആരോപണങ്ങൾ കേരളത്തിൽ ഉന്നയിച്ചു. ആ 13 ആരോപണങ്ങളും ശരിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് ആ ആരോപണങ്ങളിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യത്തിൽ പിന്മാറുകയാണ് ചെയ്തത്. ഒരൊറ്റ ആരോപണം പോലും രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങൾ ഏതെങ്കിലും തെറ്റായെന്ന് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിക്കോ കേരളത്തിന്റെ മണ്ണിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവസാനം ആഴക്കടൽ മത്സ്യബന്ധനം, പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാം, 2 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ടി.പി. ജയരാജന്റെ നേതൃത്വത്തിൽ KSIDC എന്ന് പറയുന്ന KSIDCയുടെ പേരിൽ 5000 കോടിയുടെ കരാറും KSINC എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പേരിൽ ഒരു IAS-കാരൻ രാജമാണിക്യം 5000 കോടിയുടെ ഒപ്പിടുമ്പോൾ KSINC-യുടെ പേരിൽ പ്രശാന്ത് നായർ 2950 കോടിയുടെ കരാറ് പ്രശാന്ത് നായർ IAS ഒപ്പിടുന്നു. ഇതൊന്നും മേഴ്സിക്കുട്ടിയമ്മ അറിയുന്നില്ല. മേഴ്സിക്കുട്ടിയമ്മ അറിയാതെ, മുഖ്യമന്ത്രി അറിയാതെ, ടി.പി. ജയരാജൻ അറിയാതെ സെക്രട്ടറിമാർക്ക് ഈ 5000 കോടിയുടെ കരാർ ഒപ്പിടാൻ കഴിയുമെന്ന് കേരളത്തിലെ ആളുകളോട് സംസാരിച്ചാൽ, പ്രിയമുള്ളവരെ, ലോകത്തിന്റെ മുമ്പിലേക്ക്, ലോകത്തിന്റെ മാറ്റങ്ങളിലേക്ക്, ലോകത്തിന്റെ മാറ്റങ്ങളിലേക്ക്, ലോകത്തിന്റെ പരിവർത്തനങ്ങളിലേക്ക്, ലോക നിർമ്മാണ മേഖലയിൽ കടന്നുപോയ മലയാളികളോടാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ കരാറൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. മന്ത്രി അറിയാതെ എങ്ങനെയാണ് ഒപ്പിടാൻ കഴിയുക? പ്രിയമുള്ളവരെ, ഈ കരാർ എങ്ങനെയാണ് ഈ കരാറെന്ന് നിങ്ങൾ ആ കരാറൊന്ന് പരിശോധിക്കണം. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ നേരിട്ടും അല്ലാതെയും 50 ലക്ഷം ആളുകളാണ് മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നത്. ആ മത്സ്യമേഖലയിൽ പണിയെടുത്ത പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പ്രളയമുണ്ടായപ്പോൾ ഒന്നും നോക്കിയില്ല. ഒരു സർക്കാരിന്റെ ഉത്തരവും അവർ നോക്കിയില്ല. വഞ്ചിയെടുത്ത് ആളുകളെ രക്ഷിക്കാനായി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ആളുകളെ വഞ്ചിയിലേക്ക് കയറ്റാൻ കുനിഞ്ഞു നിന്ന് തന്റെ മുതുകത്തേക്ക് ചവിട്ടി ആളുകളെ വഞ്ചിയിൽ കയറ്റി രക്ഷിച്ച ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ. അവരെ എന്ന് ഗവൺമെന്റ് പറഞ്ഞു, കേരളത്തിൽ ഒരു സൈന്യമുണ്ട്, അത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളാണ്. പ്രിയമുള്ളവരെ, നമുക്ക് 1000 പേർക്ക് മത്സ്യത്തൊഴിലാളികൾ നന്ദി ഉണ്ടായിരുന്നു. കാരണം അവര് അതിനുവേണ്ടി 1 രൂപ പോലും ഗവൺമെന്റ് നൽകിയ 1 രൂപ പോലും വാങ്ങിക്കാൻ അവർ തയ്യാറായില്ല, കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ. പക്ഷേ ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ മുഴുവൻ EFCC എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അടിമകളാക്കാനും അവരെ വിൽക്കാനും കടലിൽ വിൽക്കാനും കടലിന്റെ വിറ്റ പാവപ്പെട്ട ആളുകളെ എരുതിയിൽ നിന്ന് വറകട്ടിയിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ച ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരെ കേരളത്തിൽ പ്രതിഷേധം കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ കേരളത്തിലെ കോസ്റ്റൽ ബെൽറ്റുകളിൽ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റാൻ നടിക്കുകയാണ്. എന്താണ് ചെയ്തത്? 400 യാനങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾക്കൊരു പങ്കുമില്ല. പക്ഷെയോ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് PR-ന്റെ പരസ്യം 1 മാസം മുമ്പ് ദേശാഭിമാനിയിലും മറ്റ് എല്ലാ പത്രങ്ങളിലും വന്നു. എന്താ? മത്സ്യബന്ധനത്തിൽ പുതിയ സംവിധാനം ഉണ്ടാക്കാൻ പോകുന്നു. ആലപ്പുഴയിൽ ഒരു ഫുഡ് പാർക്ക് തുടങ്ങി. പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് 4 ഏക്കർ അനുവദിച്ചിരിക്കുന്നു. അതായത് മത്സ്യബന്ധനം നടത്തിയ മത്സ്യം അവിടെ നിന്ന് കൊണ്ടുപോയി സംസ്കരിച്ച് ഞങ്ങൾ വിദേശത്ത് അയക്കുന്ന ഒരു പദ്ധതി. അത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പിണറായി വിജയന്റെ പടം വെച്ച് കേരളത്തിൽ പബ്ലിഷ് ചെയ്തപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് എങ്ങനെ തിരിച്ചു ചോദിച്ചു, നിങ്ങളന്ന് പരസ്യം കൊടുത്തതല്ലേ ഈ ആഴക്കടൽ മത്സ്യ ബന്ധന കരാർ നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് പരസ്യം കൊടുത്തത്? അപ്പോൾ പ്രിയമുള്ളവരെ, അവിടെ 4 ഏക്കർ സ്ഥലം അനുവദിച്ചു, പരസ്യം കൊടുത്തു, എന്നിട്ടും ഇവർ അറിഞ്ഞില്ല എന്നാണ്. പ്രിയമുള്ളവരെ, ആ പരസ്യത്തിൽ മേഴ്സിക്കുട്ടിയമ്മയുടെ പടം ഉണ്ടായിരുന്നു. മേഴ്സിക്കുട്ടിയമ്മയുടെ പടം വെച്ച് പരസ്യം കൊടുക്കുമ്പോൾ കരാർ അഴിമതിയാണ്. ആ അഴിമതി പിടിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ കഷ്ടം KMFRI എന്ന് പറയുന്ന സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിലുള്ള സ്ഥാപനമാണ് KMFRI, കേരള മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവർ പറഞ്ഞിരിക്കുന്നത്, ട്രോളിംഗ് നടത്താൻ പോകുമ്പോൾ 1 കിലോ മനുഷ്യർക്ക്
ഭക്ഷ്യയോഗ്യമായ മത്സ്യം പിടിക്കുമ്പോൾ 4 കിലോ മനുഷ്യർക്ക് ആവശ്യമില്ലതും ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂലമാകുന്നതും മത്സ്യസമ്പത്തിന് ഗുണകരമായ 4 കിലോ സമുദ്ര സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ട്രോളിംഗ് പാടില്ല എന്ന് KMFRI പറഞ്ഞപ്പോൾ ഒരു ട്രോള് ഒരു യാനം സൗജന്യമായി KMFRI കൊടുക്കാമെന്ന് പറഞ്ഞ് കള്ളക്കരാറുണ്ടാക്കിയ ആള് ഇപ്പോൾ EMCCയുടെ MD ആയിട്ടുള്ള ഷിജു ചെറിയാൻ ഇപ്പോൾ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ കുണ്ടറയിൽ മത്സരിക്കുമ്പോൾ ചില വിവരം കെട്ട BJP-ക്കാർ പ്രസംഗിക്കുക എന്താണെന്നറിയോ? അന്വേഷണം ആരുടെ 10,000 രൂപ മാത്രം കയ്യിലുള്ള താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഷിജു വർഗീസ് പറഞ്ഞത് എന്റെ കയ്യിലാകെ 10,000 രൂപയുള്ളൂ. അദ്ദേഹമാണ് EMCCയുടെ MD. അദ്ദേഹം മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ അതായത് കള്ളത്തരങ്ങൾ പറഞ്ഞ് ഞാൻ 4 വട്ടം മേഴ്സിക്കുട്ടിയമ്മയെ കണ്ടു, ഞാൻ 4 വട്ടം പിണറായിയെ കണ്ടു, DPR ഉണ്ടാക്കാൻ പറഞ്ഞത് പിണറായിയാണ്, എന്നിട്ട് കള്ളം പറഞ്ഞ് ഈ രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കുന്ന മേഴ്സിക്കുട്ടിയമ്മയെ ജനമധ്യത്തിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ മത്സരിക്കുന്നത് എന്ന് പറയുന്ന EMCCയുടെ MD. ആ MD-യുടെ അന്വേഷണം വന്നപ്പോ കോൺഗ്രസ്സുകാർക്ക് എന്താ? അപ്പോഴും വെറുതെ ഈ രാജ്യത്തെ മുഴുവനും അഴിമതി ആരോപണങ്ങൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിന് കേരളത്തിന്റെ മണ്ണിൽ ചർച്ച ചെയ്യേണ്ട വലിയ കാര്യമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം BJP കേരളത്തിൽ ഒരു ചലനമുണ്ടാക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. ആകെ 8-9 സീറ്റുകളിലാണ് BJP-ക്ക് കേരളത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലും പല സ്ഥലങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി BJP പുറകോട്ട് പോകാൻ പോകുന്ന സാഹചര്യം. BJP-ക്ക് സ്ഥാനാർത്ഥികൾ പോലും മത്സരിക്കാനില്ല. അതുകൊണ്ട് സുരേന്ദ്രൻ 2 സ്ഥലത്ത് മത്സരിക്കുന്നു. സ്ഥാനാർത്ഥികളെ ദൗർബല്യമുള്ളത് കൊണ്ട് ഗുരുവായൂരിൽ സ്ഥാനാർത്ഥിയില്ല. കേരളത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിന് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുള്ള മണ്ണാണ് തലശ്ശേരി. ആ തലശ്ശേരിയിലെ ഓരോ 3 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴും ഓരോ RSS രക്തസാക്ഷികൾ തലശ്ശേരിയിലുണ്ട്. അവിടെ പോലും BJP-ക്ക് സ്ഥാനാർത്ഥിയില്ല. ദേവികുളത്ത് 27,000 വോട്ട് നേടിയ ദേവികുളത്തും BJP-ക്ക് സ്ഥാനാർത്ഥിയില്ല. സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ പോലും മത്സരിക്കാൻ ഗുരുവായൂരിന്റെ മണ്ണിൽ പോലും ഒരു ഒപ്പിടാൻ പോലും മറന്നുപോയ BJP കേരളത്തിന്റെ മണ്ണിൽ ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് BJP-യെ ഞങ്ങൾ കേരളത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നതെന്നാണ് BJP-യുടെ നേതാക്കൾ അവകാശപ്പെടുന്നത്. അതായത് കോൺഗ്രസിനെ തോൽപ്പിച്ച് ഇടതുപക്ഷത്തിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ. പക്ഷേ പറയുമ്പോഴോ ഞങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ശബരിമല എന്ന് പറയുന്ന പുണ്യബൃന്ദാവനത്തെ തകർത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ അമ്മമാരും ഞങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്യുമെന്നും പറയുന്ന BJP. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം ഒരു ഭാഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി നിലകൊള്ളുകയും ഐക്യ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുകയും ചെയ്യും. ഇവിടെ മത്സരിക്കുന്ന സുരേഷ് ഗോപി എന്തൊക്കെയാണെങ്കിലും ഒരു വൈകാരിക ജീവിയാണല്ലോ. അദ്ദേഹം എന്താ പറയുന്നതെന്ന് BJP നേതാക്കൾക്ക് വരെ പേടിയാ. അദ്ദേഹത്തിന് അടുത്ത് നിന്നാൽ എന്താണ് പറയുന്നതെന്ന് പോലും അറിയാത്ത ഒരു വൈകാരിക ജീവിയാണ് സുരേഷ് ഗോപി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വ്യക്തിപരമായി പറയാനുണ്ട്, ഗുരുവായൂരിൽ ഐക്യജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥി KN ഖാദർ ജയിക്കണം. അദ്ദേഹം പരസ്യമായി പറഞ്ഞാൽ നിങ്ങളൊക്കെ TV-യിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, KN ഖാദർ ജയിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിന് ബൈബിൾ അറിയാം, ഖുർആൻ അറിയാം, ഗീത അറിയാം, എല്ലാം അറിയുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ജയിക്കണം. അപ്പോൾ ഈ രാജ്യത്ത് സുരേഷ് ഗോപി പോലും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, അതായത് അദ്ദേഹം നിർബന്ധിച്ച് മത്സരിച്ചു എന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് ഇവിടെ മത്സരിക്കണമെന്ന് യാതൊരു താല്പര്യമില്ല. പക്ഷേ പാർട്ടി അദ്ദേഹത്തെ MP ആക്കിയപ്പോൾ പാർട്ടി പറഞ്ഞത് കേൾക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് മനസ്സോടെ തൃശ്ശൂരിൽ അദ്ദേഹം മത്സരിക്കുന്നു എന്ന് മാത്രം. പക്ഷേ നമുക്കറിയാം, ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയം തൃശ്ശൂരിന്റെ മണ്ണിൽ സുനിശ്ചിതമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലും വലിയ കണക്കൊന്നും വേണ്ട നമുക്ക്. കാരണം ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് നമുക്ക് ഏറ്റവും കുറവ് കിട്ടിയ സമയം. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് നമുക്ക് ഏറ്റവും തിരിച്ചടി കിട്ടിയ സമയം. എന്നിട്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് 6000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഈ തൃശ്ശൂരിന്റെ മണ്ണിലുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ റെഗുലറുകളും നമുക്കെതിരെ മത്സരിച്ച ആളുകളും ഒക്കെ കൂടുമ്പോൾ
9,500 വോട്ടിന്റെ ഭൂരിപക്ഷം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ മുഴുവൻ ആളുകളുടെ മനസ്സിലും പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം വോട്ടായാൽ തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ പറഞ്ഞു വന്നത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിനെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് സംസാരിച്ച് സമയം കളയുന്നതിൽ ഏറെ പ്രാധാന്യമുണ്ട് എന്ന് കരുതുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതം ദുസ്സഹമാക്കിയതിൽ BJPക്ക് വലിയൊരു പങ്കുണ്ട്. ഈ രാജ്യത്ത് BJP തുടങ്ങി വെച്ച നോട്ട് നിരോധനം, ആ നോട്ട് നിരോധനം ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ചെറുകിട കച്ചവടങ്ങൾ അടച്ചുപൂട്ടി. കേരളത്തിലെ വ്യാപാരി സമൂഹം ആലോചിക്കട്ടെ, നോട്ട് നിരോധനത്തിന് മുമ്പ് എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ചെറുകിട കച്ചവടങ്ങൾ പരിപൂർണമായി 2 ലക്ഷത്തോളം കച്ചവടങ്ങൾ വളരെ പെട്ടെന്ന് ഇന്ത്യയുടെ മുന്നിൽ അടച്ചുപൂട്ടാനുള്ള സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് GST വന്നപ്പോൾ കേരളത്തിലെ വ്യാപാരി സമൂഹം ഇതുപോലെ കച്ചറയുടെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നോട്ട് നിരോധനം, GST, ഈ രാജ്യത്ത് BJPക്കാരെന്താ പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും. ഇവിടെ വലിവണ്ടിയിൽ യാത്ര നടത്തി. തൃശ്ശൂരിൽ സുരേന്ദ്രൻ ഇവിടെ വന്ന് കാളവണ്ടിയിൽ യാത്ര ചെയ്തു. ശോഭാ സുരേന്ദ്രൻ ബൈക്ക് തള്ളിപ്പോയി. ഈ രാജ്യത്ത് ഒരുപാട് ആളുകൾ ഇതൊക്കെ നമ്മൾ കണ്ടു. കോൺഗ്രസ് ഭരിക്കുമ്പോൾ 40 രൂപ ഗ്യാസിന് വർദ്ധിച്ചപ്പോൾ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ കപ്പ പുഴുങ്ങിയ ആളുകളാണ് പ്രിയമുള്ളവരെ BJPയുടെ നേതാക്കന്മാർ. ഇപ്പോൾ എന്താ സ്ഥിതി? ഇന്ന് ഔറംഗാബാദിൽ പെട്രോളിന്റെ വില 98 രൂപ 20 പൈസയാണ്. ഇത് മാർച്ച് കഴിഞ്ഞ് ഏപ്രിലേക്ക് എത്തുമ്പോൾ 100 രൂപയ്ക്ക് എത്താൻ പോകുന്നു. പ്രിയമുള്ളവരെ, BJPക്കാർക്ക് ആർക്കെങ്കിലും ഇവിടെ പെട്രോളും ഡീസലും സൗജന്യമായി കിട്ടുമോ? ഈ രാജ്യത്തെ ജാതി ഭ്രാന്തിന്റെ പേരിൽ മൂക്ക് കീഴ്പോട്ടുള്ള ആരെങ്കിലും BJPക്ക് വോട്ട് ചെയ്യുമോ? പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ പോക്കറ്റ് കാലിയാക്കി ഈ രാജ്യത്തെ BJP എന്ന് പറയുന്ന സംവിധാനം പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിക്കണം. ക്രൂഡ് ഓയിലിന് ലോകത്തിലെ ഏറ്റവും വിലക്കുറവുള്ള കാലം, ക്രൂഡ് ഓയിൽ ഏറ്റവും വിലക്കുറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എന്നിട്ട് പെട്രോളും ഡീസലിനും വില കൂടുമ്പോൾ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 35 രൂപ ടാക്സ് കിട്ടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ രാജ്യത്ത് പൗരത്വ ബില്ല് നടപ്പിലാക്കിയവരല്ലേ നിങ്ങൾ? സംസ്ഥാനങ്ങളോട് ചോദ്യത്തിലാണോ പൗരത്വ ബില്ല് നടപ്പിലാക്കിയത്? പാകിസ്ഥാനിലേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിലാണ്. ലോകത്തിലെ 2ാമത്തെ മുസ്ലിം രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ഒരു ദിവസം നിങ്ങൾ പാകിസ്ഥാനിലേക്ക് ഓടിപ്പോകാൻ പറഞ്ഞു. ഉരി ഗ്ലാസിലേക്ക് പറ ഒഴിക്കാൻ പറഞ്ഞ ആളുകളാണ് നിങ്ങൾ. ഇന്ത്യയുടെ മണ്ണിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര രണഭൂമിയിൽ 2 മഹായുദ്ധങ്ങളിൽ നെഞ്ചു വിരിച്ചു നിന്ന ന്യൂനപക്ഷങ്ങളോട് ഒരു ദിവസം നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞു. ഈ രാജ്യത്ത് ചൈനയുമായി യുദ്ധമുണ്ടായപ്പോഴും 2 പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായപ്പോഴും ആ യുദ്ധത്തിന്റെ മുന്നിൽ ഭാരതാംബയ്ക്ക് ജൈവലിച്ചു നിന്ന് യുദ്ധം ചെയ്ത് ഈ മണ്ണിൽ മരിച്ചു വീണ ആയിരക്കണക്കിന് ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്ത് ഓടിപ്പോകണമെന്ന് പറഞ്ഞ് പൗരത്വ ബില്ലുണ്ടാക്കിയവരാണ് ഈ രാജ്യത്തെ BJPക്കാരൻ. എന്നിട്ടോ BJPക്കാരൻ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് എന്താ? ഞങ്ങൾ GST കൗൺസിൽ. എന്താ കാരണം? സംസ്ഥാനങ്ങൾ സമ്മതിക്കുന്നില്ല. പൗരത്വ ബില്ല് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ സംസ്ഥാനങ്ങളോട് ചോദിച്ചോ? ജമ്മു കാശ്മീരിന് അധികാരങ്ങൾ എടുത്തു കളഞ്ഞപ്പോൾ ചോദിച്ചോ? ഈ രാജ്യത്ത് പാവപ്പെട്ട കർഷകർ 120 ദിവസമായി ഡൽഹിയുടെ തെരുവോരങ്ങളിൽ മഞ്ഞും വെയിലും കൊണ്ട് 33 ആളുകൾ മരിച്ചു വീണു. മലയാളികൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ, അരി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഇവിടേക്ക് അരി വരാതിരുന്നാൽ പട്ടിണി മരണങ്ങൾ ഉണ്ടാകുമെന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടപ്പോഴും BJPക്കാരൻ പറയുന്നത് കർഷകരെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കാർഷിക ബില്ല് നടപ്പിലാക്കിയത്. കാർഷിക ബില്ലിന്റെ നിയമം എന്താ? മിനിമം സപ്പോർട്ട് പ്രൈസ് എവിടെ? ചോദിക്കുമ്പോൾ ഉത്തരമില്ല. എസൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് പ്രകാരം സംഭരിച്ചു വെക്കാൻ കഴിയുമോ? അത് പാടില്ല എന്ന നിയമം. 3 നിയമങ്ങളും ജനങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് സമരമായി ആയിരക്കണക്കിന് ആളുകൾ ഡൽഹിയിലെ തെരുവോരങ്ങളിൽ പിടഞ്ഞു മരിക്കുമ്പോഴും പ്രിയമുള്ളവരെ, നാണമുണ്ടോ? പ്രിയമുള്ളവരെ, 1 കിലോ അരിയുടെ വില 100 രൂപയാകും നമ്മുടെ നാട്ടിൽ. 2 വർഷം കൊണ്ട് 100 രൂപയാകും. കേരളത്തിൽ കൃഷി ചെയ്യുന്ന നെല്ല് 7 ദിവസത്തേക്ക് നമുക്ക് തികയില്ല. ആന്ധ്രയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും നെല്ല് അരി വരാതിരുന്നാൽ നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കും? അപ്പോൾ പെട്രോളിന്റെ വില ഈ 100 രൂപയായതുപോലെ ആയിരക്കണക്കിന് കണക്കുകൾ പറഞ്ഞാൽ നമ്മുടെ പട്ടിണി മാറുമോ?
വിശക്കുന്ന വയറിന് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല എന്ന് പ്രഖ്യാപിച്ച ആളുകൾ വിശക്കുന്ന വയറിന് ജാതിയില്ല, മതമില്ല എന്ന് പ്രഖ്യാപിച്ച ആളുകൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം നമ്മളെ തകർക്കാൻ, ഐക്യജനാധിപത്യങ്ങളുടെ തകർക്കാൻ, നമ്മളെ ഇല്ലാതാക്കാൻ, ഒരിക്കൽ പോലും ജയിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സംവിധാനം നമ്മളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, മനസ്സുള്ളവർക്ക്, ചിന്തയുള്ളവർക്ക്, വായിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക് പറയാൻ കഴിയണം, പ്രിയമുള്ളവരെ, ഐക്യജനാധിപത്യങ്ങളെ വിജയിപ്പിക്കേണ്ടതും ഇടതുപക്ഷ ജനാധിപത്യങ്ങളെ കേരളത്തിന്റെ മണ്ണിൽ നിന്നും പോകേണ്ടത് അനിവാര്യതയല്ലേ എന്ന് നമ്മൾ ആലോചിക്കണം. പ്രിയമുള്ളവരെ, ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ സംഭാവന 67 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു ബക്രാനങ്കൽ എന്ന് പറയുന്ന അണക്കെട്ടുണ്ടാക്കി. ആ ബക്രാനങ്കലിലൂടെ ഹരിയാനയിലും പഞ്ചാബിലും രാജസ്ഥാനിലും വെള്ളമെത്തിച്ച് ആയിരക്കണക്കിന് കർഷകർക്ക് ആശ്വാസം നൽകിയ ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണനേട്ടം മുതൽ ഈ രാജ്യത്തുണ്ടാക്കിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 6 വർഷം കൊണ്ട് നരേന്ദ്രമോദി 27 പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു. നരേന്ദ്രമോദി തുടങ്ങിയ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും തുടങ്ങി വെച്ച മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റ് തുലച്ച ഈ രാജ്യത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം BPCL ആണ്. ആ BPCL പോലും വിൽക്കാൻ തീരുമാനിച്ച പാവങ്ങളുടെ പോസ്റ്റ് ഓഫീസാണ്. പാവങ്ങളുടെ ഏറ്റവും വലിയ ആശയവിനിമയം നടത്തുന്ന ഒരു സ്ഥാപനം. അതുപോലും അദാനിക്ക് കൊടുക്കാൻ തീരുമാനിച്ച നരേന്ദ്രമോദിക്കെതിരെ പ്രിയമുള്ളവരെ നമുക്ക് പ്രതികരിക്കണ്ടേ? വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും എല്ലാം തുറന്നു കൊടുത്തു. ഞാൻ സുദീർഘമായി കടന്നു പോവുകയല്ല. നമ്മുടെ പ്രിയമുള്ള ശ്രീ ബെന്നി ബെഹ്റാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയമുള്ളവർ, 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു മതേതരത്വ സംവിധാനം ഇന്ത്യയിൽ നിലനിന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായതുകൊണ്ടാണ്. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സംഭാവന ഈ മതേതരത്വ സംവിധാനമാണ്. കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഇവിടെ അസ്വസ്ഥത ഉണ്ടായില്ല. മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് ഓടിപ്പോകണമെന്ന് പറഞ്ഞില്ല. ക്രൈസ്തവനെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായില്ല. ഈ രാജ്യത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബുദ്ധനെയും സിഖുകാരനെയും പാർസിയെയും ഈ രാജ്യത്തിന്റെ മക്കളായി മുന്നോട്ട് കൊണ്ടുപോയ ഐക്യജനാധിപത്യങ്ങളുടെയും UPM കോൺഗ്രസും, അതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സംഭാവന. പ്രിയമുള്ളവരെ, ജവഹർലാൽ നെഹ്റു ഒരിക്കലും ഹിന്ദു ആയിരുന്നില്ല. ജവഹർലാൽ നെഹ്റു ഒരിക്കലും ക്രിസ്ത്യാനി ആയിരുന്നില്ല, മുസ്ലിം ആയിരുന്നില്ല. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു മരിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, എന്റെ ശിലാവസ്തു നിങ്ങൾ കൊണ്ടുപോയി പാടശേഖരങ്ങളിൽ വിതറും. ആ പാടശേഖരങ്ങളിൽ വിതറുമ്പോൾ അതിൽ നിന്ന് ഒരു ഗോതമ്പ് മണി ഉണ്ടായാൽ ഒരു കർഷകൻ സന്തോഷിക്കുന്നുവെങ്കിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ സമ്പത്താണ്. പ്രിയമുള്ളവരെ, ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ അവസാനത്തെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി പിടഞ്ഞു വീണ് മരിച്ച ശ്രീമതി ഇന്ദിരാഗാന്ധി അവസാനത്തെ 48 മണിക്കൂറിലൂടെ ഇസ്രയേൽ സംസാരിക്കുമ്പോൾ ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞു, എന്റെ അവസാന തുള്ളി ചോരയും ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഞാൻ ഹോമിക്കുമെന്ന് പറഞ്ഞ ശ്രീമതി ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ ധീരവനിതയായ ശ്രീമതി ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ ആവേശമാണ്. പ്രിയമുള്ളവരെ, ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് പകരമായി ലോക ചരിത്രത്തിൽ നമുക്കൊരു വനിതാ നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ, നമ്മളെ ഇവിടെ ഇരിക്കുന്ന പാവപ്പെട്ട സഹോദരിമാർ, നമ്മൾ പഞ്ചായത്ത് മെമ്പറായത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായത്, ഈ രാജ്യത്ത് നമ്മളൊക്കെ 1-2 മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ ഉണ്ടാക്കിയതൊക്കെ രാജീവ് ഗാന്ധിയാണ്. ഇന്ന് നമ്മെ കാണാൻ വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ രാജ്യത്തെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായ പ്രിയങ്ക ഗാന്ധി, ആ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിയും ഒന്ന് ഉമ്മ വയ്ക്കാൻ പോലും കഴിയാതെ പൊട്ടിച്ചിതറിപ്പോയ ഇന്ത്യയുടെ പ്രതീക്ഷയായ രാജീവ് ഗാന്ധി നമ്മുടെ ആവേശമാണ്. പ്രിയമുള്ളവരെ, ആ രാജീവ് ഗാന്ധിയെ നമുക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് ഓർമ്മയുണ്ടാകും. പ്രിയമുള്ളവരെ, ആ ജവഹർലാൽ നെഹ്റുവിൽ തുടങ്ങി ഇന്ദിരാഗാന്ധിയുടെ, സോണിയാഗാന്ധിയുടെ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പച്ചയായ മനുഷ്യരിലൂടെ മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ശക്തി പകരാൻ, പ്രിയമുള്ളവരെ, ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അവകാശപ്പെടാനില്ലാത്ത പൈതൃകത്തിന്റെ പാരമ്പര്യത്തിന്റെ ശക്തി
കൂടിയായ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഏതാനും നിമിഷങ്ങൾക്കകം നമ്മെ കാണാൻ ഈ തൃശ്ശൂരിൽ എത്തിച്ചേരുന്നു. ഒരിക്കൽ കൂടി ഒരു മതേതരത്വത്തിന്റെ മുദ്രാവാക്യം മുഴക്കാൻ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കാൻ ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സായി നമുക്ക് മുന്നോട്ട് പോകാം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ സ്വന്തം ജനനായകൻ സുരേഷ് ഗോപിയെ ബഹുമാന്യരെ, നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ AICC ജനറൽ സെക്രട്ടറി ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. അതിനു മുമ്പായി സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ചാലക്കുടിയുടെ MP ശ്രീ ബെന്നി ബെഹ്നാൻ അവരുടെ സാദരം ക്ഷണിക്കുന്നു. ഒരു സെക്കൻഡ് ഇവിടെ നോക്കിയാൽ ഇവിടെ കേബിള് മാറ്റിത്തരാം. നല്ല ചിലപ്പോൾ മരിക്കണമെന്നല്ലേ. ഈ അധ്യക്ഷവേദിയിലിരിക്കുന്ന ബഹുമാനരായ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരായ സ്ഥാനാർത്ഥികൾ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കൾ, വളരെ വൈകാതെ നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി ഈ നെയ്ക്കിൻകാട് മൈതാനത്തിൽ കടന്നു. ഇന്ന് രാവിലെ മുതൽ തൃശൂർ ജില്ലയിലെ വിവിധ നിയോജകമണ്ഡലങ്ങളിൽ പര്യടനം നടത്തിയാണ് നിങ്ങളെ കാണാനും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന അഭ്യർത്ഥനയുമായി ഏതാനും നിമിഷങ്ങൾക്കകം പ്രിയങ്കാജി ഇവിടെ കടന്നു. ഇന്ന് രാവിലെ മുതൽ പ്രിയങ്കാജിയുടെ നിരവധി പരിപാടികൾ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ചാലക്കുടിയിലും അതുപോലെ ഇരിങ്ങാലക്കുടയിലും കയ്പമംഗലം തുടങ്ങിയ നിയോജകമണ്ഡലങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയോടൊപ്പം ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ സംഘടിപ്പിച്ച പരിപാടികൾ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഞാൻ ആമുഖത്തിൽ തന്നെ ഇക്കാര്യം സൂചിപ്പിക്കുന്നു. പ്രിയങ്കാജി നടത്തുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയാണ്. പ്രിയങ്കാജി നടത്തുന്നത് ഒരു പടയോട്ടമാണ്. പ്രിയങ്കാജിയുടെ പരിപാടിയിൽ പങ്കെടുത്ത ജനസഹസ്രം ഒരു കാര്യം വ്യക്തമാക്കുന്നു. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ ഭൂരിപക്ഷം സീറ്റുകളും ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ കടന്നു വരുന്ന പ്രിയങ്കാജി ഈ തെരഞ്ഞെടുപ്പിന്റെ വിവിധങ്ങളായ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കും. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് പരിമിതമായ ദിവസങ്ങൾ അവശേഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ, പഠിക്കാൻ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരെന്ന് തിരിച്ചറിയാൻ, ആരെ വിജയിപ്പിക്കണം, ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വരണം എന്ന് തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ പ്രബുദ്ധതയും തൃശൂരിലെ നല്ലവരായ ജനങ്ങൾക്കുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനം ഒട്ടേറെ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു വട്ടം കൂടി നമ്മൾ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുന്നത്. ഈ പ്രതിസന്ധികളെ ആർക്ക് അതിജീവിക്കാൻ കഴിയും? വരുന്ന 5 വർഷക്കാലം
ഈ സംസ്ഥാനം ആര് ഭരിക്കണം, വരുന്ന 5 വർഷക്കാലം ഈ സംസ്ഥാനത്തെ എങ്ങനെ രൂപപ്പെടുത്തണം എന്ന തീരുമാനമെടുക്കേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടി വരും. ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ അവകാശമായതുകൊണ്ട് ആ ജനാധിപത്യ അവകാശമാണ് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം പറയിപ്പിക്കാനും നമുക്ക് അവസരം നൽകുന്നത് എന്നതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന കേരളത്തിലെ ജനങ്ങൾ പലരോടും ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, പലരെ കൊണ്ടും ഒട്ടേറെ ചോദ്യങ്ങൾക്ക് മറുപടി പറയിക്കാനുണ്ട് എന്നതാണ് വസ്തുത. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം ഇന്ന് നിരവധി പ്രതിസന്ധികളെ നേരിടുന്നു. ആ പ്രതിസന്ധികളിൽ ചിലത് നമുക്കറിയാം പ്രളയമായിരുന്നു, മറ്റു ചിലത് കോവിഡായിരുന്നു. അതുമാത്രമല്ല, 5 വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിന് കീഴിൽ നമ്മുടെ സംസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊട്ടേറെ പ്രയാസങ്ങളുണ്ട്. ഒരുപക്ഷെ പ്രകൃതിദത്തമായ ദുരന്തത്തെക്കാൾ കൂടുതൽ ഭീകരമായ ദുരന്തമാണ് കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അക്രമവും കൊലപാതകവും അഴിമതിയും സ്വജനപക്ഷപാതവുമായി മുന്നോട്ട് പോകുന്നു. ഈ സംസ്ഥാനം ഒരിക്കലും കാണാത്ത തരത്തിലുള്ള കടക്കെണിയിൽ നമ്മുടെ സംസ്ഥാനം അകപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, ഈ സംസ്ഥാനം രൂപീകൃതമായത് 1957 1957 രൂപീകൃതമായ കേരള സംസ്ഥാനം ഈ കഴിഞ്ഞ 5 വർഷം വരെ വിവിധ ഗവൺമെന്റുകൾ മാറി മാറി ഭരിച്ചപ്പോഴും ഈ സംസ്ഥാനത്തിന്റെ പൊതുകടം 1 ലക്ഷം രൂപയിൽ കൂടുതൽ വർദ്ധിച്ചിരുന്നില്ല. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിന്റെ ഇടതുപക്ഷ മുന്നണി ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ കേരളത്തിന്റെ പൊതുകടം 5 ലക്ഷം കോടി രൂപയിലധികമായി വർദ്ധിച്ചിരിക്കുന്നു. പാപ്പരായ ഒരു ഗവൺമെന്റ്, കാലിയായ ഖജനാവ്, സ്വാഭാവികമായും വരാൻ പോകുന്ന ഗവൺമെന്റിന് ഇത്തരം ഒട്ടേറെ പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കേണ്ടി വരുമെന്ന കാര്യം സംശയമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രളയത്തെക്കുറിച്ച്. ആ പ്രളയത്തിന്റെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പൂർണ്ണമായും അവരെ രക്ഷിക്കുന്നതിനോ സംരക്ഷിക്കുന്നതിനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. പ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നു എങ്കിൽ പോലും പ്രളയാനന്തര കാലഘട്ടത്ത് സങ്കുചിതമായ രാഷ്ട്രീയത്തിലൂടെ കേരളത്തിലെ പ്രളയത്തെ നോക്കിക്കാണാൻ ഐക്യജനാധിപത്യ മുന്നണി തയ്യാറായില്ല. പ്രളയാനന്തരം ഈ സംസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ എല്ലാ ശ്രമങ്ങളെയും അനുകൂലിക്കാൻ ഐക്യജനാധിപത്യ മുന്നണി തയ്യാറായി. പക്ഷെ ചോദ്യം അവശേഷിക്കുന്നു, ഈ പ്രളയ കാലഘട്ടത്തിൽ സാമ്പത്തിക നഷ്ടമുണ്ടായ, കാർഷിക നഷ്ടമുണ്ടായ, തൊഴിൽ നഷ്ടമുണ്ടായ, അതുപോലെ തന്നെ മരണപ്പെട്ടുപോയ കുടുംബങ്ങളെയും വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും സഹായിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു. പ്രളയാനന്തരം കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രളയാനന്തര ഫണ്ട് സ്വരൂപിച്ചു. വരുമാനം നോക്കാതെ തന്നെ ആ പ്രളയാനന്തര ഫണ്ട് ഈ സംസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി, നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ പരിശ്രമം ഉണ്ടായപ്പോൾ പണം കൊടുത്തവരും സഹായിച്ചവരുമാണ് നമ്മൾ. അതുമാത്രമല്ല, ഒരു പ്രളയ സെസ് ഏർപ്പെടുത്തി. കണക്കുകൾ നേരത്തെ പ്രഖ്യാപിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായില്ലെങ്കിലും ഈ അടുത്ത ദിവസം കണക്കുകൾ പുറത്തു വന്നു. പ്രളയാനന്തര സെസ്സിലൂടെ സംസ്ഥാന ഗവൺമെന്റ് പിരിച്ചെടുത്തത് 1200 കോടി രൂപയിലധികമാണ്. പ്രളയ ഫണ്ടിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒഴുകിയെത്തിയത് അതിൽ കൂടുതൽ രൂപയാണ്. ചോദ്യം അതല്ല, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ അന്വേഷിക്കേണ്ടത്, ഇങ്ങനെ പ്രളയാനന്തര കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രളയ ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്ത ശേഷം എത്രമാത്രം പണം അതിൽ ചെലവഴിച്ചു. ഇന്നലെ വന്നിരിക്കുന്ന ഔദ്യോഗിക കണക്ക് പറയുന്നത് 1236 കോടി രൂപ പ്രളയ സെസ് പിരിച്ചിട്ട് ഈ ഗവൺമെന്റ് ചെലവാക്കിയത് കേവലം 230 കോടി രൂപയാണ്. അപ്പോൾ ബാക്കി പണം എവിടെ പോയി? നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒട്ടേറെ വാർത്തകൾ കണ്ടു. പ്രളയ ഫണ്ട് മോഷ്ടിച്ചവരാണ് മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ. ഞാനൊരു തെരഞ്ഞെടുപ്പിൽ ആരോപണം ഉന്നയിക്കുന്നതല്ല. ഞാൻ നേരത്തെ പ്രദാനം ചെയ്ത തൃക്കാക്കര നിയോജകമണ്ഡലത്തിലെ 4 മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ ജയിലിൽ പോകേണ്ടി വന്നു. ഒരു സൊസൈറ്റി പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഭാര്യയും ജയിലിൽ പോകേണ്ടി വന്നു. എന്തിനു വേണ്ടി? പ്രളയ ഫണ്ട് മോഷ്ടിച്ചതിന്റെ പേരിൽ. മറ്റൊരു മഹാമാരിയെ നമ്മൾ നേരിടുന്നു, കോവിഡ്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ 6 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി കോവിഡിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. കണക്കുകൾ പറയുമായിരുന്നു. ഈ സംസ്ഥാനം മാതൃകാപരമായി മുന്നോട്ട് പോകുമെന്ന് പറയുമായിരുന്നു. കോവിഡിന്റെ കാലഘട്ടത്ത് മുഖ്യമന്ത്രി പറയുന്ന പല കണക്കുകളോടും പല അവകാശവാദത്തോടും നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഒരു മഹാമാരി നേരിടുന്ന സമയത്ത് സങ്കുചിതമായ രാഷ്ട്രീയ ചിന്തകളിലൂടെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ വേദനയുണ്ടാക്കാൻ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ തയ്യാറാകാത്തതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി, നമ്മളത് തർക്കിക്കാൻ പോയില്ല.
പക്ഷെ ഇന്ന് വസ്തുത വ്യത്യസ്തമാണ്. മാതൃകാപരമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്ത് കോവിഡ് രോഗികളുടെ സംസ്ഥാനമായി മാറി. മാതൃകാപരമായി മുന്നോട്ട് പോകുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ കേരള സംസ്ഥാനത്ത് ഒട്ടേറെ ആളുകൾ കോവിഡ് മൂലം മരിച്ചു. മരണസംഖ്യയുടെ കണക്ക് പറയാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്, കോവിഡ് രോഗികളുടെ കണക്ക് പറയാനല്ല ഞാൻ നിൽക്കുന്നത്. ഈ കോവിഡ് മൂലം സാമ്പത്തിക നഷ്ടമുണ്ടായവർക്ക്, ഈ കോവിഡ് മൂലം കഷ്ടനഷ്ടമുണ്ടായവർക്ക്, ഈ കോവിഡ് മൂലം തൊഴിൽ നഷ്ടമുണ്ടായവർക്ക്, ഈ കോവിഡ് മൂലം മരണപ്പെട്ടു പോയ കുടുംബത്തിന് സാമ്പത്തിക സഹായം ചെയ്യാൻ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് കഴിഞ്ഞു എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ പറയുന്നു, വരാൻ പോകുന്ന സംസ്ഥാന ഗവൺമെന്റിന് ആദ്യമായി ഏറ്റെടുക്കേണ്ടി വരുന്ന ഉത്തരവാദിത്വം പ്രളയം മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക്, കോവിഡ് മൂലം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക്, കോവിഡ് മൂലം മരണപ്പെട്ട കുടുംബത്തെ സഹായിക്കുക എന്നതാണെങ്കിൽ പ്രിയങ്കാജി വരാൻ പോകുന്ന ഈ വേദിയിൽ വെച്ച് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആദ്യം നമ്മൾ സഹായിക്കാൻ പോകുന്നത് പ്രളയത്തിൽ കഷ്ടനഷ്ടം അനുഭവിച്ചവരെയും കോവിഡ് മൂലം മരണപ്പെട്ടു പോയ കുടുംബത്തെയും സാമ്പത്തിക സഹായം ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണ് ഐക്യജനാധിപത്യ മുന്നണി അതിന്റെ പ്രഥമ പരിഗണനയുമായി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സംസ്ഥാനം എങ്ങോട്ട് പോകുന്നു? നിരവധി സങ്കീർണമായ പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷ മുന്നണി പറയുന്നത് ഞങ്ങൾ ഉറപ്പാണ്. 5 വർഷത്തെ ഭരണത്തിന്റെ കീഴിൽ ഉറപ്പാക്കാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കില്ല. പക്ഷെ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത്, ഇടതുപക്ഷ മുന്നണി പറയുന്നത് ചില മാധ്യമങ്ങൾ നടത്തിയ ചില സർവേ റിപ്പോർട്ട് ഉണ്ടെന്നാണ്. മാധ്യമപ്രവർത്തകർ ഇവിടെയുണ്ട്. ഞാൻ മാധ്യമപ്രവർത്തകരെ മാനിക്കുന്നു, ഞാൻ മാധ്യമത്തിന്റെ മാനേജ്മെന്റിനെ ബാധിക്കുന്നു. പക്ഷേ മാധ്യമ പ്രവർത്തകർ നടത്തിയെന്ന് അവകാശപ്പെടുന്ന സർവേ റിപ്പോർട്ടിൽ യാഥാർത്ഥ്യമുണ്ടോ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇതേ സർവേ റിപ്പോർട്ടുകൾ ഇതേ മാധ്യമങ്ങൾ നടത്തി പുറത്തു വന്നു. അത് നമുക്കറിയാം. ആ സർവേ റിപ്പോർട്ട് എന്തായിരുന്നു? ഞാൻ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് ചാലക്കുടി. ആദ്യത്തെ സർവേ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഞാൻ തോൽക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ മാത്രമല്ല, സർവേ റിപ്പോർട്ടിൽ എന്തായിരുന്നു? 20 അസം പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ 14ലും LDF-നാണ് മുൻതൂക്കം, 6 മാത്രം UDF-ന്. ഞാൻ തോക്കുമെന്ന് പറഞ്ഞു, പ്രതാപൻ തോക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ പാലക്കാട്ട് മത്സരിച്ച ബഹുമാനായ ശ്രീകണ്ഠൻ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്ന് പറഞ്ഞു. ശശി തരൂർ തോക്കുമെന്ന് പറഞ്ഞു. കെ മുരളീധരൻ തോക്കുമെന്ന് പറഞ്ഞു. കെ സുധാകരൻ തോക്കുമെന്ന് പറഞ്ഞു. ശ്രീ ഉണ്ണിത്താൻ തോക്കുമെന്ന് പറഞ്ഞു. പ്രഥമ സർവേ റിപ്പോർട്ടിൽ ആദ്യം അവർ സൂചിപ്പിച്ചത് ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി കഷ്ടിച്ച് രക്ഷപ്പെടുമെന്നാണ്. പക്ഷെ ഞാൻ തൃശ്ശൂരുകാരോട് പറയുന്നു, തോക്കുമെന്ന് പറഞ്ഞ ഞാൻ ചാലക്കുടിയിൽ 1,38,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി എനിക്ക് വിജയിച്ച് കരകയറാൻ പറ്റി. തോക്കുമെന്ന് പറഞ്ഞ പ്രതാപൻ 90,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു. 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ ശ്രീകണ്ഠൻ 1ാം സ്ഥാനത്തെത്തി. 4ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ ഉണ്ണിത്താൻ 1ാം സ്ഥാനത്തെത്തി. ശശി തരൂർ ജയിച്ചു. അതുപോലെ തന്നെ കൊടിക്കുന്ന സുരേഷ് ജയിച്ചു. കെ മുരളീധരൻ ജയിച്ചു. കെ സുധാകരൻ ജയിച്ചു. കഷ്ടിച്ച് രക്ഷപ്പെടുമെന്ന് പറഞ്ഞ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി വിജയം വരിച്ച് അദ്ദേഹം പാർലമെന്റിലേക്ക് പോയി. അപ്പോൾ സർവേ റിപ്പോർട്ട് എവിടെ? സർവേ റിപ്പോർട്ട് നടത്തിയ മാധ്യമങ്ങളോടൊന്നും ഞങ്ങൾ അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങളുടെ പ്രവർത്തനം കുറച്ചുകൂടി കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ആ സർവേ റിപ്പോർട്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ യഥാർത്ഥ സർവേ റിപ്പോർട്ട് വരും. ആരാണ് യഥാർത്ഥ സർവേ റിപ്പോർട്ട് തീരുമാനിക്കുന്നത്? ഇവിടെ ഇത്രയും ആളുകൾ ഇരിക്കുന്നു. ഈ സർവേ റിപ്പോർട്ട് നടത്തിയ വ്യക്തികൾ നിങ്ങളെ ആരെങ്കിലും കണ്ട അഭിപ്രായങ്ങൾ ചോദിച്ചോ? നമ്മുടെ സ്നേഹിതന്മാരെ കണ്ട അഭിപ്രായങ്ങൾ ചോദിച്ചോ? അപ്പോൾ നടത്തിയ സർവേ റിപ്പോർട്ട് അല്ല, യഥാർത്ഥ റിപ്പോർട്ട് തീരുമാനം വരും. ആ തീരുമാനം വരാൻ പോകുന്നത് ഈ വരുന്ന ഏപ്രിൽ മാസം 6-ാം തീയതിയാണ്. അതിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് മെയ് മാസം 2-ാം തീയതിയാണ്. തൃശൂർ തേക്കിൻകാട് മൈതാനം സമ്മേളിച്ചിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ സഹപ്രവർത്തകന്മാരോടും ഞാൻ പറയുന്നു, മെയ് 2-ാം തീയതി പുറത്തു വരാൻ പോകുന്ന റിപ്പോർട്ടിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും. പത്മജ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും വിജയിച്ച് വില്ലാളി വീരന്മാരായി വിജയിച്ചു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 5 വർഷക്കാലത്ത് ഇടതുപക്ഷ മുന്നണിയുടെ ഭരണം എങ്ങോട്ട് പോകുന്നു? കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ മുന്നണി ഒട്ടേറെ വാഗ്ദാനങ്ങൾ നൽകി. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവർ ആദ്യം പ്രഥമ പരിഗണന കൊടുത്തത് പ്രിയപ്പെട്ട സഹോദരിമാരുടെ സുരക്ഷയായിരുന്നു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇന്ന് സ്ത്രീ സുരക്ഷ ഉറപ്പാണ്? ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നത്
സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത്, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന സംസ്ഥാനമായി ഈ കൊച്ചു കേരളം മാറി. സ്ത്രീകൾക്ക് മാത്രമാണ്. നമ്മുടെ നാട്ടിലെ പിഞ്ചു കുട്ടികളുണ്ട്. ഉത്തരേന്ത്യയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നരാധരന്മാർ പിഞ്ചുകുട്ടികളെ പീഡിപ്പിച്ച് കഴുത്ത് ധരിച്ച് കൊന്ന് ചുട്ടരിച്ച് കൊലപ്പെടുത്തുമ്പോൾ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ മനസാക്ഷി ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഈ ക്രൂര പ്രവർത്തനത്തിനെതിരെ വിലചൂണ്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനെന്ന് പറയുന്നു, ഉത്തരേന്ത്യയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നരാധരന്മാർ നടത്തിയതിനേക്കാൾ പൈശാചികവും ക്രൂരവുമായ പിഞ്ചുകുട്ടിക്കെതിരെയുള്ള പീഡനമാണ് ഇത് കേരളത്തിൽ നടക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് നമ്മൾ കണ്ടു. നമ്മൾ വാളയാറിൽ, ഞാൻ പോയി വാളയാറിൽ, ശ്രീ ഹസൻ പോയിരുന്നു വാളയാറിൽ. വാളയാറിൽ ഒരു ചെറ്റക്കുടിലുണ്ട്. ആ ചെറ്റക്കുടിലിന്റെ മുന്നിൽ ഇന്ന് 2 പെറ്റിക്കോട്ടുകൾ തൂങ്ങിക്കിടക്കുന്നു. 11 വയസ്സായി കുട്ടി ധരിച്ച പെറ്റിക്കോട്ട്, 9 വയസ്സ് പ്രായമുള്ളത് കുട്ടി ധരിച്ച പെറ്റിക്കോട്ട്, രക്തക്കറ പുരണ്ട ആ പെറ്റിക്കോട്ടുകൾ ഇന്നും ഈ പറയുന്ന വാളയാറിന്റെ കുടിലിന് മുന്നിൽ തൂങ്ങിക്കിടക്കുന്നു. ആ കുട്ടിയുടെ അമ്മയാണ് തനമുണ്ഠനം ചെയ്ത് ശാപവചനങ്ങളുമായി ധർമ്മടത്ത് ശ്രീ പിണറായി വിജയൻ മത്സരിക്കുന്നിടത്ത് സ്ഥാനാർത്ഥിയായി കടന്നു ചെന്നിരിക്കുന്നത്. ആ അമ്മയുടെ ദുഃഖം എന്താ? 3 വർഷം മുമ്പ് നടന്നൊരു കൊലപാതകമാണ്, ഒരു നരഹത്യയാണ്, ഒരു പൈശാചികമായ അക്രമമാണ് വാളയാറിൽ കണ്ടത്. കഴിഞ്ഞ 3 വർഷക്കാലമായി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ആ കുട്ടികളെ കൊലപ്പെടുത്തിയ കശ്മലന്മാരെ കണ്ടുപിടിക്കാൻ ബഹുമാനായ പിണറായി വിജയന്റെ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടോ? ആ അമ്മയുടെ ദുഃഖം തനമുണ്ടനം ചെയ്ത് ശാപവചനങ്ങളുമായി ധർമ്മടത്ത് മത്സരിക്കാൻ കളതിയെന്ന അമ്മയുടെ ദുഃഖം, അമ്മയുടെ പ്രതികാരം, തന്റെ കുട്ടികൾ മരിച്ചുപോയി എന്നതുകൊണ്ട് മാത്രമല്ല, തന്റെ കുട്ടികളെ കൊലപ്പെടുത്തിയ ആ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ 3 വർഷക്കാലമായി സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെട്ടപ്പോൾ വേദനിക്കുന്ന അമ്മ സുപ്രീം കോടതിയിൽ പോയി. അവിടെ പോയി CBI അന്വേഷണത്തിന് വേണ്ടി അനുവാദം കഴിച്ചു. CBI അന്വേഷണത്തിന് വേണ്ടി അനുവാദം കൊടുത്ത സുപ്രീം കോടതി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചിരുന്നു. ആ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി, പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സഹായിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. 2 കുട്ടികളെ കൊലപ്പെടുത്തിയ നരാധരന്മാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ അവരെ സംരക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടും ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ സമീപനം എന്താ? ആ പോലീസുകാരനെ നടപടി സ്വീകരിക്കുകയല്ല, ആ പോലീസുകാരന് IPS കൊടുത്ത് അദ്ദേഹത്തെ IG ആയി പ്രൊമോട്ട് ചെയ്തു. മുണ്ടനം ചെയ്ത ശിരസുമായി ധർമ്മടത്ത് മത്സരിക്കാൻ പോകുന്ന അമ്മയുടെ പ്രതിഷേധമല്ല, തന്റെ മക്കൾ മരിച്ചുപോയി എന്നതിനെ കുറിച്ച് മാത്രമല്ല, ഈ പോലീസുകാരനെ തന്റെ മക്കളെ കൊലപ്പെടുത്തിയ കശ്മലന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വഴിവിട്ട് സഹായിച്ച ആ പോലീസുകാരന് പ്രൊമോഷൻ കൊടുത്ത, IPS കൊടുത്ത, IG ആക്കിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധമാണ്, പ്രതികാരമാണ് നമ്മൾ ധർമ്മടത്ത് കേൾക്കുന്നതെങ്കിൽ നമ്മൾ ആലോചിക്കണം, ഈ ഗവൺമെന്റ് എങ്ങോട്ട് പോകുന്നു, ആർക്ക് വേണ്ടി നിൽക്കുന്നു? നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരുണ്ട്. കേരളത്തെ യുവത്വത്തെക്കുറിച്ച് നമുക്ക് അഭിമാനമുണ്ട്. കർമ്മശേഷിയുള്ളവരാണ് കേരളത്തിലെ ചെറുപ്പക്കാർ, ചിന്താശക്തിയുള്ളവരാണ് കേരളത്തിലെ ചെറുപ്പക്കാർ, അടിമപ്പെടുത്താത്ത മസ്തിഷ്കത്തിന്റെ ഉടമസ്ഥരാണ് കേരളത്തിലെ ചെറുപ്പക്കാർ, വളയാത്ത നട്ടലിന്റെ ഉടമസ്ഥരാണ് കേരളത്തിലെ ചെറുപ്പക്കാർ. അവർ പഠിച്ചവരാണ്, പരീക്ഷ എഴുതിയവരാണ്, PSC ടെസ്റ്റ് എഴുതിയവരാണ്, PSC ടെസ്റ്റ് പാസ്സായവരാണ്, അവർ PSC ഇന്റർവ്യൂവിന് പോയവരാണ്, ആ ഇന്റർവ്യൂ പാസ്സായവരാണ്, അവർ ജോലി കിട്ടാൻ അർഹരാണ്, അവർ ഉദ്യോഗാർത്ഥികളാണ്. പ്രിയപ്പെട്ടവരെ, കർമ്മശേഷിയുള്ള ലോകത്ത് പലയിടത്തും മാതൃകാപരമായി വിദ്യാഭ്യാസ നിലവാരം ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ ചെറുപ്പക്കാർ, പഠിച്ചവർ, ഇന്റർവ്യൂ പാസ്സായവർ, ജോലി കിട്ടാൻ അർഹതയുള്ള കേരളത്തിലെ ചെറുപ്പക്കാർ ഇന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ മുഖ്യമന്ത്രിയുടെ മൂക്കിനു താഴെ മുട്ടയിലെഴയുന്നു. എന്തിനു വേണ്ടി? അവർക്ക് ജോലിയില്ല, തങ്ങൾക്ക് അർഹതപ്പെട്ട ജോലിയില്ല എന്നതിന്റെ പേരിൽ മാത്രമല്ല കേരളത്തിലെ ചെറുപ്പക്കാർ മുഖ്യമന്ത്രിയുടെ മൂക്കിനു താഴെ മുട്ടയിലെഴുതാൻ തീരുമാനിച്ചത്. പഠിച്ചവർക്ക് ജോലി കിട്ടാതെ വരുമ്പോൾ അപ്പുറത്ത് പഠിക്കാത്തവർ പിൻവാതിലിലൂടെ ജോലിയിൽ പ്രവേശിക്കുന്നു. അവിടെയാണ് കേരളത്തിന്റെ യുവത്വം പരിവഴിയിൽ പകച്ചു നിൽക്കുന്നത്. 10ാം ക്ലാസ് പാസ്സാകാത്ത, വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച സ്വപ്ന സുരേഷിന് 2.5 ലക്ഷം രൂപയ്ക്ക് ആര് ജോലി കൊടുത്തു? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജോലി കൊടുത്തു. അപ്പൊ പഠിച്ചവന് ജോലിയില്ല, പഠിക്കാത്തവന് ജോലി, പരീക്ഷ പാസ്സാവാത്തവന് ജോലി, PSC ടെസ്റ്റ് എഴുതാത്തവന് ജോലി, PSC ഇന്റർവ്യൂവിന് പോകാത്തവന് ജോലി, പരീക്ഷാ കടലാസിൽ പ്രേമലേഖനം എഴുതിവെച്ച്
പരീക്ഷാ കടലാസ് കൊടുത്തവര് ഇന്ന് പ്രമോഷൻ കിട്ടുന്നു, അവർ ജോലി കിട്ടുന്നു, നമ്മുടെ സംസ്ഥാനം എങ്ങോട്ട് പോകുന്നു? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. ഇവിടെ ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നു. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത്, ഇടതുപക്ഷ മുന്നണി പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾ കിറ്റ് കൊടുത്തില്ലേ, ഞങ്ങൾ പെൻഷൻ കൊടുത്തില്ലേ. ഞാൻ ഒരു കാര്യം ചോദിക്കാനായിരിക്കുന്നു, ആരാണ് കേരളത്തിൽ പെൻഷൻ സാർവത്രികമാക്കിയത്? ശ്രീ പിണറായി വിജയനാണോ? ശ്രീ അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ എണ്ണം എത്രയായിരുന്നു? 13 ലക്ഷം. ഇന്ന് കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ എണ്ണം എത്ര? 34 ലക്ഷം. സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ എണ്ണം 13-ൽ നിന്നും 34 ഉയർത്തിയത് ശ്രീ പിണറായി വിജയനല്ല. ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുന്നു, ഉമ്മൻചാണ്ടി എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് ശ്രീ അച്യുതാനന്ദൻ കൊടുത്ത സാമൂഹ്യക്ഷേമ പെൻഷൻ തുക എത്ര? 300 രൂപ, 400 രൂപ. ആ 300 എന്നത് 400 എന്നത് 1800 വർദ്ധിപ്പിച്ച് അത് 1300 ആക്കിയത്, അത് 1200 ആക്കിയത് ആര്? ശ്രീ ഉമ്മൻചാണ്ടി. അതിനുശേഷം നാമമാത്രമായ വർധനമുണ്ടാക്കി എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ കേരളത്തിലെ പെൻഷൻ എന്നത്, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, സാർവത്രികമാക്കിയത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ്. ആ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പ്രതികരിക്കുന്ന ജനാധിപത്യം വേണ്ടി പറയുന്നു, ഇന്നത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ പെൻഷൻ പോരാ, 1500 പോരാ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പ്രകടന പത്രികയിലൂടെ ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിരിക്കുന്നത്, ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ സാമൂഹ്യ പെൻഷൻ 1500-ൽ നിന്നും ഞങ്ങൾ 3000-ആക്കി ഉയർത്തുമെന്ന വാഗ്ദാനം ഞങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നു. അത് മാത്രം പോരാ, ഈ രാജ്യത്തെ പാവപ്പെട്ട സാധാരണക്കാരന് പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അത് ആദ്യം മനസ്സിലാക്കിയത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം ഒരു അന്വേഷണം നടത്തി. ഇന്ത്യയുടെ പ്രത്യേകമായ സാമ്പത്തിക പശ്ചാത്തലത്തിൽ, ഇന്ത്യയുടെ സാമൂഹിക ഘടനയുടെ പശ്ചാത്തലത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിന് 2 അറ്റം കൂട്ടിമുട്ടി ജീവിക്കാൻ കഴിയണമെങ്കിൽ എന്താകുമെന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം. അതിനുവേണ്ടി രാഹുൽ ഗാന്ധി സാമ്പത്തിക വിദഗ്ധന്മാരുമായി, ലോകത്തിലെ പ്രശസ്തരായ സാമ്പത്തിക വിദഗ്ധന്മാരുമായി രാഹുൽ ഗാന്ധി ചർച്ച നടത്തി. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു നിർദ്ദേശമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു, നമ്മൾ അധികാരത്തിൽ വന്നാൽ ന്യായ് പദ്ധതി നടപ്പാക്കും. എന്താ ന്യായ് പദ്ധതി? ഒരു കുടുംബത്തിന് ഒരു വർഷം 72,000 രൂപ ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ ഒരു മാസം 6,000 രൂപ ഉറപ്പുവരുത്തുക. നിർഭാഗ്യമെന്ന് പറയട്ടെ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് നടപ്പാക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് അധികാരത്തിൽ വരാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പല തെരഞ്ഞെടുപ്പുകൾ നടന്ന് അവിടെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നു. ആ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്ന സംസ്ഥാനങ്ങളിൽ പഞ്ചാബിൽ, ഛത്തീസ്ഗഡിൽ, രാജസ്ഥാനിൽ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ന്യായ് പദ്ധതി നമ്മൾ നടപ്പാക്കി. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചാൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി കടന്നു വരുന്ന ഈ വേദിയിൽ നിന്നുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ ഉറപ്പു നൽകുന്നു, ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും. ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചാൽ 6,000 രൂപ ഒരു മാസം ഒരു പാവപ്പെട്ട കുടുംബത്തിന് ലഭ്യമാക്കുന്ന ന്യായ് പദ്ധതി ഞങ്ങൾ നടപ്പാക്കിയിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതാരാ? നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സമയം പണിയെടുക്കുന്നതാരാ? നമ്മുടെ വീട്ടമ്മമാർ. അവിടെ തൊഴിൽ നിയമം പോലും അവർക്ക് ബാധകമല്ല. 8 മണിക്കൂർ തൊഴിൽ നിയമം പോലും വീട്ടമ്മമാർക്ക് ബാധകമല്ല. അവർ രാവിലെ ആരംഭിക്കും, 5:30 മണിക്ക് ആരംഭിക്കും അവരുടെ പണി. അവസാനം അത്താഴം ഊട്ടി മക്കളെ കിടത്തി ഉറക്കി പാത്രം കഴുകി അവർ ഉറങ്ങാൻ പോകുമ്പോൾ രാത്രി 10:30 മണി കഴിയും. വെളുപ്പിന് 5:30 മണി മുതൽ രാത്രി 10:30 മണി വരെ പണിയെടുക്കുന്ന വീട്ടമ്മമാർ. ആ വീട്ടമ്മമാരെ കുറിച്ച് ആരും പരിഗണിച്ചിരുന്നില്ല. ഞാൻ പറയുന്നു, ഞങ്ങൾ പ്രകടനത്തിൽ എഴുതാൻ പോയി. എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു അംഗീകാരം ഐക്യജനാധിപത്യ മുന്നണി പുറത്തിറക്കുന്ന പ്രകടന പത്രിക രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റിയുടെ ചെയർമാനായി എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. ഡോക്ടർ ശശി തരൂരിനോടൊപ്പം, ഡോക്ടർ എൻ കെ മുനീറിനോടൊപ്പം, പ്രിയപ്പെട്ട ശ്രീ എം ഹസനോടൊപ്പം, അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരോടൊപ്പം ഞങ്ങൾ പ്രകടന പത്രിക രൂപം കൊടുത്തു.
ആ പ്രകടന പത്രികയിൽ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ വീട്ടമ്മമാരുടെ പ്രശ്നം. ഇതാ നമ്മുടെ പ്രിയങ്ക ഗാന്ധി ഓപ്പൺ ജീപ്പിൽ ഇതാ ഇങ്ങോട്ട് കടന്നു വരുന്നു. അവരിവിടെ വരും, എത്തിച്ചേരും, അവർ സംസാരിക്കും. ഈ സംസ്ഥാനത്തെ വീട്ടമ്മമാർ രാവിലെ 5:30 മണി മുതൽ രാത്രി 10 മണി വരെ പണിയെടുക്കുന്ന നമ്മുടെ വീട്ടമ്മമാർ, ആ വീട്ടമ്മമാർക്ക് 40 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മറ്റു വരുമാന മാർഗമില്ലാത്ത വീട്ടമ്മമാർക്ക് ഒരു മാസം 2000 രൂപ സൗജന്യമായി അവരുടെ അക്കൗണ്ടിൽ എത്തിക്കുമെന്ന ഒരു തീരുമാനമാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒട്ടേറെ ക്രിയാത്മകമായ, ഒട്ടേറെ പ്രായോഗികമായി ഈ നാട്ടിലെ സാധാരണക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ വെച്ചുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുന്നത്. ഇതാ നമ്മൾ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് കാടിളക്കി നാടിളക്കി ജനഹൃദയങ്ങളിൽ ആവേശത്തിന്റെ വിത്ത് വിതച്ച് ഇതാ അവർ ഈ വേദിയിലേക്ക് കടന്നു വരും. നിങ്ങളെ കാണാൻ, നിങ്ങളുമായി സംസാരിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ നമുക്ക് തീരുമാനമെടുക്കണം. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി അക്രമത്തിന്റെ പാതയിലൂടെയും സ്വജനപക്ഷപാതത്തിന്റെ പാതയിലൂടെയും അധികാര പ്രബദ്ധതയുടെ പാതയിലൂടെയും മുന്നോട്ട് പോയി ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാതെ കൊലപാതകത്തെ പ്രോത്സാഹിപ്പിച്ച്, അഴിമതിയെ പ്രോത്സാഹിപ്പിച്ച്, രാജ്യപരാജകത്വത്തിലേക്ക് നയിച്ച് രാജ്യത്തിന്റെ പൊതുഖജനാവ് കാലിയാക്കി ഭരണ സ്തംഭനമുണ്ടാക്കി, വികസന സ്തംഭനമുണ്ടാക്കിയ ഈ ഇടതുപക്ഷ മുന്നണിയെ അധികാരത്തിൽ അടിച്ചിറക്കുന്നതിന് വേണ്ടി ഐശ്വര്യപൂർണമായ ലോകോത്തര നിലവാരമുള്ള ഒരു കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് വന്നിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവർ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. തൃശൂർ ജില്ല എന്നും ഐക്യജനാധിപത്യ മുന്നണിക്ക് കോൺഗ്രസിന് വേരുറപ്പുള്ള ജില്ലയാണ്. നിർഭാഗ്യം പറയട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. പക്ഷെ ഇതൊരു അവസരം കിട്ടിയിരിക്കുന്നു. കെ കരുണാകരന്റെ ജില്ലയിൽ, എഴുത്തച്ഛന്റെ ജില്ലയിൽ പാരമ്പര്യത്തിലും അതുപോലെ തന്നെ പൈതൃകത്തിലും കോൺഗ്രസ് സംസ്കാരം എല്ലാ കാലഘട്ടത്തിലും അടിയുറച്ചു നിന്ന ഈ ജില്ലയിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 13 ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ചുകൊണ്ട് തൃശൂരിൽ ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചു വരണം എന്ന പ്രതിജ്ഞയാണ്, എന്ന തീരുമാനമാണ് നമ്മുടെ ബഹുമാനിയായ പ്രിയങ്ക ഗാന്ധി ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കൈക്കൊള്ളേണ്ടത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സജീവമായി മുന്നോട്ട് പോകണം. ഇനിയുള്ള ദിവസങ്ങളിൽ, പരിമിതമായ ദിവസങ്ങളിലും, അതിൽ ഈസ്റ്റർ വരും, വിഷു വരും, എല്ലാ ആചാരങ്ങളും എല്ലാ അനുഷ്ഠാനങ്ങളും നമുക്ക് ആഗ്രഹിക്കണം. കാര്യം നമ്മൾ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ്. ശബരിമലയിൽ ആര് കേരളമെന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് അല്ല. ആ കാണുന്ന ക്രിസ്ത്യൻ ദേവാലയത്തിൽ എങ്ങനെ കുർബാന അർപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരല്ല. അപ്പുറത്തെ മുസ്ലിം ദേവാലയത്തിൽ എങ്ങനെ പ്രാർത്ഥന നടത്തുമെന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് അല്ല. ഈ രാജ്യത്തിന്റെ സംസ്ഥാനത്തെ വ്യത്യസ്തമായ മതങ്ങളുടെ, വ്യത്യസ്തമായ വിശ്വാസങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ മാത്രമായിരിക്കണം നമ്മുടെ സമൂഹത്തിൽ സംരക്ഷണം ഉണ്ടാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഐക്യജനാധിപത്യം എന്ന് പറയുന്നു, കഴിഞ്ഞ കാലഘട്ടത്തിൽ ശബരിമലയിൽ കുഴപ്പമുണ്ടാക്കിയവരുണ്ട്. അവർ ഇങ്ങോട്ട് കടന്നു വരുന്നു. അവരാരാണ്? അവർ വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാണ്. ആചാരങ്ങളെ തകർക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നവോത്ഥാനത്തിന്റെ മറവിൽ ആചാരാനുഷ്ഠാനങ്ങളെ ചവിട്ടി മതിച്ച് ശബരിമലയെ മലീനസമാക്കിയവരാണ്. അവർ നമുക്ക് രക്ഷപ്പെടേണ്ടേ. അതുകൊണ്ട് ഐക്യജനാധിപത്യം എന്ന് പറയുന്നു, നമ്മൾ അധികാരത്തിൽ വന്നാൽ അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത രീതിയിൽ പറയുന്നു, ശബരിമലയെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണി നിയമനിർമ്മാണം ഉണ്ടാക്കുമെന്ന് ഈ വടക്കന്നൂർ ക്ഷേത്രത്തിന്റെ പരിസരത്തുകൊണ്ട് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു. കാരണം ഈ രാജ്യത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ തൊട്ടുകളിക്കാൻ ഒരു ഭരണകൂടത്തിനും അനുവദിക്കാൻ പാടില്ല എന്ന ശക്തമായ നടപടിയാണ്, ശക്തമായ നിലപാടാണ് ഐക്യജനാധിപത്യം കൈക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടത് സമാധാനമാണ്, നമുക്ക് വേണ്ട സാഹോദര്യമാണ്. ഇവിടെ മറ്റു ചില കക്ഷികളുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ തൃശ്ശൂർ ഇങ്ങോട്ട് എടുക്കാമെന്ന് പറഞ്ഞവരുണ്ട്. എടുത്തിട്ട് കൈ പൊങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ തൃശ്ശൂർ എടുക്കാൻ ആഗ്രഹിച്ച ചില ആളുകൾ ഇപ്പോഴും വന്നിരിക്കുന്നു. തൃശ്ശൂർ എടുക്കാൻ അവർ പ്രതിദാനം ചെയ്താൽ അവർ പറയുന്നു, വടക്ക് ഒരു വ്യക്തിയുണ്ട്, വടക്ക് തുച്ച സൂര്യന്റെ സൂര്യകിരണങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഈ തൃശ്ശൂരിൽ തടുത്തു നിർത്താനുള്ള ശക്തി ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ശക്തി കോട്ടയായ ഈ തൃശ്ശൂരിനെ കൈയിലെന്താമെന്ന് ആരെങ്കിലും സിനിമ ഡയലോഗിൽ പറഞ്ഞാൽ അവരുടെ കൈകൾ തളരുകയല്ലാതെ അവർക്ക് സൂചി കുത്താൻ സ്ഥലം പോലും ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകരുത്. ബിജെപി എന്തിനെ പ്രതികരിക്കുന്നു? ബിജെപി ഇന്ത്യയുടെ മതേതരത്വത്തിനെതിരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ആരുമായി യോജിച്ചിരിക്കുന്നു? മാർക്സിസ്റ്റ് പാർട്ടി.
മാർക്സിസ്റ്റ് പാർട്ടിയും RSS തമ്മിൽ യോജിച്ചിരിക്കുന്നു. പറയുന്നത് പ്രിയങ്ക ഗാന്ധിയല്ല, പറയുന്നത് ആരാ? വിജയമോഹൻ ശങ്കറാണ്. ആരാണ് അദ്ദേഹം? 40 വർഷക്കാലം NSS ആസ്ഥാനത്ത് പ്രവർത്തിച്ചവൻ, RSS ആസ്ഥാനത്ത് പ്രവർത്തിച്ചവൻ, 40 വർഷക്കാലം RSSന്റെ മുഖപത്രത്തിന്റെ പത്രാധിപരായിരുന്ന വ്യക്തി, അഖിലേന്ത്യാ BJPയുടെ പ്രസിഡന്റ്. ഈ തൃശൂർ വന്നപ്പോൾ അദ്ദേഹത്തെ അനുധാവനം ചെയ്യാൻ RSS ചുമതലപ്പെടുത്തിയ വ്യക്തി, അദ്ദേഹത്തിന്റെ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി, ആ വ്യക്തിയാണ്. ആ വിജയശങ്കറാണ് പറയുന്നത് ഞങ്ങൾ ധാരണയുണ്ടാക്കി. ആരുമായി ധാരണ? RSSും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ധാരണ. അതുണ്ടാക്കിയത് എവിടെ? ഒന്ന് ചെങ്ങന്നൂരിൽ, ഒന്ന് ആറന്മുളയിൽ, മറ്റൊന്ന് കോന്നിയിൽ. കോന്നിയിൽ എന്തിനാ ധാരണ? കോന്നിയിൽ മത്സരിക്കുന്നയാൾ 2 സ്ഥലത്ത് മത്സരിക്കുന്നു. ഒന്ന് കോന്നിയിൽ, മറ്റൊന്ന് മഞ്ചേശ്വരത്ത്. അതുകൊണ്ട് എന്താ ധാരണ? മഞ്ചേശ്വരത്ത് മാർക്സിസ്റ്റ് പാർട്ടി ജയിക്കട്ടെ, കോന്നിയിൽ RSS ജയിക്കട്ടെ. ഞാൻ തൃശ്ശൂരിലെ ജനങ്ങളോട് പറയുന്നു, RSS മാർക്സിസ്റ്റ് പാർട്ടി സഖ്യം നമ്മുടെ നാടിന് ഭൂഷണമാണ്. ഈ നാടിന്റെ സമാധാനം തകർക്കാൻ നമ്മുടെ രാജ്യത്തിലുള്ള രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം മതേതരത്വത്തിന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയമാണ്. ആ മതേതരത്വത്തിന്റെ മൂല്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തെ പ്രതിഷ്ഠിപ്പിക്കുന്നതെങ്കിൽ, ആ ജനാധിപത്യത്തിന്റെ പാതയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ആ മതേതരത്വ മൂല്യങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങളെയും തകർക്കാൻ മുന്നോട്ട് വരുന്ന വർഗീയ ശക്തികളെ ആട്ടിപ്പായിക്കാനുള്ള രാഷ്ട്രീയം പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുക്കണം. ഇതാണ് നമ്മുടെ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി നിങ്ങളെ കാണാൻ ഈ വേദിയിൽ കടന്നു വരുന്നത്. അവർ നിങ്ങളോട് പറയും, അവർ നിങ്ങളോട് സംസാരിക്കും. ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റു കുടുംബത്തിന്റെയും പാരമ്പര്യമുള്ള, ഇന്ത്യയെ ഒന്നായി കാണാൻ കഴിവുള്ള, മതേതരത്വത്തെയും ജനാധിപത്യത്തെയും അടിയുറച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തെ മതേതരത്വ വിശ്വാസങ്ങളുടെ വികാര വീഴ്ചകളിൽ പുളകച്ചാട്ടം അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തേരോട്ടം നടത്തുന്ന ശ്രീമതി പ്രിയങ്ക ഗാന്ധിയാണ് തേക്കിൻകാട് മൈതാനത്തേക്ക് കടന്നു വന്ന് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. അവരുടെ പ്രസംഗം കേൾക്കാൻ കാതോർത്തിരിക്കുന്ന നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ 3 പാർലമെന്റ് സീറ്റിലും എന്നെയും പ്രതാപനെയും നമ്മുടെ രമ്യയെയും വിജയിപ്പിച്ചവരാണ് നിങ്ങൾ. 100% വിജയവും തൃശ്ശൂരിലുണ്ടായി. ആ 100% വിജയം തൃശ്ശൂരിലുണ്ടാക്കി നിങ്ങളോട് പറയുന്നു, 13-ൽ 13 സീറ്റും നമ്മൾ പിടിച്ചെടുക്കണം, നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. അതിനുശേഷം 2-ാം തീയതി കഴിയുമ്പോൾ ഈ തൃശൂർ പൂരപ്പറമ്പിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടണം. 13 സ്ഥലത്തും വിജയിച്ച് വില്ലാളി വീരന്മാരായി വീരാർജുനന്മാരെ പോലെ ജയിച്ചു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജനാധിപത്യ മുന്നണി MLA-മാരെ സ്വീകരിക്കാൻ വീണ്ടും ഈ തൃശൂർ പൂരപ്പറമ്പിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി തൃശൂരിന്റെ ഹൃദയഭാഗമായ ഈ തേക്കിൻകാട് മൈതാനിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവർ വന്ന് ഇവിടെ സ്വാഗതം പറയുമ്പോൾ, പ്രിയങ്ക ഗാന്ധിയെ സ്വാഗതം പറയുന്ന വേളയിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ അവരുടെ കയ്യിലിരിക്കുന്ന ബലൂൺ ആ സമയത്ത് ഒരുമിച്ച് മുകളിലേക്ക് വിടണം എന്ന് അഭ്യർത്ഥിക്കുന്നു. തൃശൂരിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ബഹുജന പങ്കാളിത്തം, കേരള രാഷ്ട്രീയത്തിന്റെ തിരിവ്, രാഷ്ട്രീയ രംഗത്തെ പ്രാധാന്യമറിയിക്കുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് ഈ അടുത്ത മാസം ഏപ്രിൽ 6-ന് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ക്ലൈമാക്സ് പ്രചരണം ഇന്ത്യ കണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി നമ്മുടെ പ്രിയങ്കരായ പ്രിയങ്ക ഗാന്ധി ഇതാ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. നിങ്ങളെ കാണാൻ, നിങ്ങളോട് 2 വാക്ക് പറയാൻ ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് പ്രിയങ്കരായ പ്രിയങ്ക ഗാന്ധി. പ്രിയങ്കരായ പ്രിയങ്ക ഗാന്ധി ഇതാ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പൊതുസമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ പൊതുസമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കഴിഞ്ഞ 4 മാസം കൊണ്ട് ഈ ജില്ലയിൽ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDF-നും അത്ഭുതകരമായ മുന്നേറ്റമുണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത മുൻ കൊല്ലൂരിലെ MLA പ്രിയപ്പെട്ട ശ്രീ MP വിൻസെന്റ് ആണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആദ്യമായി അഭിമാനത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. Now, this is a moment of happiness for the people of Trichur, and this land has an emotional connection with the Nehru Gandhi family. We know that Pandit Jawaharlal Nehru came here. We have a Nehru memorial in this ground for the memory of that historical visits. Mahatma Gandhi came here at Manikandanal Tala. Srimati Indira Gandhiji and Rahul Gandhiji had come here. Srimati Sonia Gandhi came here. Now we are so happy. Welcome Srimati Priyanka Gandhiji and Trichur. Warm welcome. Trichur is the land of hope and happiness. It is the land of peace and tolerance. Trichur is a model of great India. And Priyanka, I have a humble request that once you should visit Trichur to celebration our Puram, the Puram of all Puram, festival of all festivals. This is the beauty of humanity. Now I welcome Srimati Priyanka Gandhiji. Warm welcome to Trichur. ഈ വേദിയിലിരിക്കുന്ന പ്രിയങ്കരനായ UDF-ന്റെ മുൻ കൺവീനർ പ്രിയപ്പെട്ട ശ്രീ ബെന്നി ബെഹനാൻ MP നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുക. UDF-ന്റെ പ്രിയങ്കരനായ കൺവീനർ പ്രിയപ്പെട്ട മുൻ മന്ത്രി മുൻ KPCC പ്രസിഡന്റ് ശ്രീ MM ഹസനെ അഭിമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. AICC സെക്രട്ടറി ഡിസു സാജീദ്, രാജീവ് ഗൗഡാജി, AICC ഇൻചാർജ് Trichur, മുൻ DCC പ്രസിഡന്റ് KPCC ജനറൽ സെക്രട്ടറി ശ്രീ O അബ്ദുറഹ്മാൻ കുട്ടി, UDF ജില്ലാ ചെയർമാൻ ശ്രീ ജോസഫ് ചാലിശ്ശേരി, പ്രിയങ്കരായ നമ്മുടെ സ്ഥാനാർത്ഥികൾ, തൃശ്ശൂരിന്റെ സ്ഥാനാർത്ഥി ലീഡർ പ്രിയപ്പെട്ട K. കരുണാകരന്റെ മകളും നമ്മളെല്ലാവരുടെയും ആവേശവും അഭിമാനവുമായ നഷ്ടപ്പെട്ട തൃശ്ശൂർ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസും UDF-ഉം സോണിയാഗാന്ധിയും ചുമതലപ്പെടുത്തിയ ശ്രീമതി പത്മജ വേണുഗോപാലിനെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുക. യുവാക്കളുടെ ആവേശം, ഇടതുപക്ഷത്തിന്റെ പേടി, അനീതിക്കെതിരെ പോരാളി, UDF-ന്റെ ധീരൻ, വടക്കാഞ്ചേരി ഇപ്പോഴത്തെ MLA, ഏപ്രിൽ മെയ് 7 മുതൽ 3 MLA അരിയക്കരയെ സ്വാഗതം ചെയ്യുന്നു. കുലീന രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പ്രതീകം, തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിരുദം വാങ്ങി 3 സെന്റ് ഭൂമിയിൽ താമസിക്കുന്ന ദരിദ്രനായ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് പ്രിയപ്പെട്ട KPCC സെക്രട്ടറി ശ്രീ CC ശ്രീകുമാർ ചേലക്കര അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുന്നംകുളത്തിന്റെ മാറ്റത്തിന്റെ ശബ്ദം, കുന്നംകുളത്തിന്റെ ജയം, ജയശങ്കർ, പ്രിയങ്കരനായ K. ജയശങ്കറിനെ തിരിച്ചു പിടിക്കുന്ന കുന്നംകുളത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നാട്ടിക വീണ്ടും UDF-ലേക്ക് വരികയാണ്. യുവത്വത്തിന്റെ പ്രതീകം അഡ്വക്കേറ്റ് സുനിൽ ലാലു, യൂത്ത് കോൺഗ്രസ് ലീഡർ, അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ വിജയിക്കാൻ വേണ്ടി തീർച്ചയിച്ച വിജയത്തിന്റെ വിജയഹരിയെ പാലൂർ സ്ഥാനാർത്ഥിയെ സ്വാഗതം ചെയ്യുകയാണ്. ജോസ് വള്ളു, പകരം വയ്ക്കാനില്ലാത്ത നാമം, തൃശ്ശൂരിലെ ചെറുപ്പക്കാർക്കും കോൺഗ്രസിനും ആവേശം, കൊല്ലൂരിന്റെ നഷ്ടം തിരിച്ചു പിടിക്കാൻ MP വിൻസെന്റ് തുടങ്ങി വെച്ച വികസനങ്ങൾ പൂർത്തിയാക്കാൻ ജോസ് വള്ളൂരിനെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതാ പുതുക്കാറ്റ് പുതിയ ആവേശമായി മാറിയിരിക്കുന്നു. സുനിൽ അബ്ദിക്കാടിനെ സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലെ എല്ലാ നേതാക്കന്മാരെയും ഒറ്റവാക്യം സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട അധ്യക്ഷൻ MP വിൻസെന്റ് DCC പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ചുരുങ്ങിയ വാക്കുകൾ ശേഷം ഇവിടെ ഒറ്റ പ്രസംഗവേദി ഒന്നുള്ളൂ, പ്രിയങ്കാജിയുടെ പ്രസംഗം മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നാം ജയിക്കും, നാം ജയിച്ച് അടങ്ങും, നാം ജയിച്ച് നിർത്തും. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, തൃശ്ശൂരിന്റെ ജനാവലിയുടെ മുമ്പിലേക്ക്
ഇന്ത്യയുടെ പ്രിയപുത്രി പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി എത്തിച്ചേർന്നിരിക്കുന്നു. തൃശൂർ ടൗണിൽ ഈ കൾച്ചറൽ സിറ്റി, ക്യാപിറ്റൽ ഓഫ് കൾച്ചറ, ഈ കേരളത്തിന്റെ തൃശൂർ നഗരത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി, ഇന്ന് അധ്യക്ഷ വേദിയിലിരിക്കുന്ന ബഹുമാനരായ സ്ഥാനാർത്ഥികൾ, പ്രിയപ്പെട്ട MP-മാർ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഇവിടെ ഞങ്ങൾക്ക് തൃശൂർ ജില്ലയ്ക്ക് ഏറ്റവും വലിയ സന്തോഷത്തോടു കൂടിയാണ് പ്രിയങ്ക ഗാന്ധിയെ ഈ നഗരത്തിലേക്ക്, ഈ ടൗണിലേക്ക്, ഈ ജില്ലയുടെ തലസ്ഥാനമായ ഈ വലിയ തേക്കിൻകാട് മൈതാനിയിലേക്ക്, ഇവിടെ മഹാത്മാഗാന്ധിയുടെ പാദസ്പർശം കൊണ്ട് പവിത്രമായ ഇന്ദിരാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും രാജീവ്ജിയുടെയും സോണിയാജിയുടെയും പവിത്രമായ പ്രസംഗങ്ങളിലൂടെ കോൾമയിൽ കൊണ്ട ഈ തേക്കിൻകാട് മൈതാനി, ആ തേക്കിൻകാട് മൈതാനിയിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ, അവരെ ഈ ജില്ലയിൽ നിന്നും ഉറപ്പോടെ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് എത്തുന്ന ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിന് ഒരു കൈപൊക്കാൻ തൃശൂരിലെ 13 സ്ഥാനാർത്ഥികൾക്കും വേണ്ടി ഇന്ന് കാലത്ത് മുതൽ തൃശൂർ ജില്ലയിലെത്തി. ചാലക്കുടിയിലും എരിയാലക്കുടയിലും ചാവക്കാടും അതുപോലെ കുന്നംകുളത്തും കയ്പമംഗലത്തും അതുപോലെ വടക്കാഞ്ചേരിയിലും കൂടി കടന്ന് അവിടുത്തെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെ കൂടെ റോഡ് ഷോയിലൂടെയും അതുപോലെ ജനാവലിയുടെ മുമ്പിൽ കൈവീശിക്കൊണ്ടും ഇന്നിതാ നമ്മുടെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രിയങ്കാജി, I can assure you here 13 seats, Thrissur, that a maximum seat of 13, we will assure you, madam. Kerala will win in the next election. So I humbly request here the person who gathered here, they are all happy to inform you our Congress, our hand that will win in the next election. ശബരിമല വിശ്വാസം തകർത്തവർക്കെതിരെ വീണ്ടും സ്ത്രീകളെ കയറ്റാൻ ശബരിമലയ്ക്ക് തുടക്കം കുറിച്ചപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയവർക്കെതിരെ, പ്രളയകാലത്ത് അശാസ്ത്രീയമായി നേരിട്ട് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചവർക്കെതിരെ, മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും അഴിമതിയിലൂടെ കേരളം മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോൾ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ കാണാതെ പോകുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഇവിടെ ജനകീയമായ ഒരു വലിയ വിലയിരുത്ത് വരുന്നു. ആ വിലയിരുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്ത്, ആ വിലയിരുത്ത് വരാൻ പോകുന്ന 6-ാം തീയതി നടക്കാൻ പോവുകയാണ്. ആ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ബഹുമാന്യായ പ്രിയങ്കരിയായ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയെ ഞാൻ അടുത്തതായി പ്രസംഗിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഐ വെൽക്കം ആൻഡ് ഐ ഡെലിവർ ദ സ്പീച്ച് ബൈ പ്രിയങ്ക ഗാന്ധി. ജ്യോതി വിജയകുമാർ, പ്രിയങ്കരിയായ നമ്മുടെ കോൺഗ്രസിന്റെ നേതാവ് പ്രിയങ്കരിയായ ജ്യോതി വിജയകുമാർ പ്രസംഗം, പ്രിയങ്കാജിയുടെ പ്രസംഗം ഇവിടെ വിവർത്തനം ചെയ്യും. Thank you. Firstly, my dearest sisters and brothers, I would like to apologize to you for being a little late. ആദ്യമായിട്ട് എന്റെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട അല്പം താമസിച്ചു വന്നതിന് നിങ്ങളോട് ആദ്യമായി ഞാൻ ക്ഷമ ചോദിക്കുന്നു. Although today I had Sri T.N. Pratapanji with me the whole day. ഇന്ന് ശ്രീ T.N. പ്രതാപൻജി ഇന്നത്തെ ദിവസം മുഴുവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. And I have never seen such a strict organizer as him. അദ്ദേഹത്തെ പോലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സംഘാടകനെ, വളരെ കർക്കശക്കാരനായ ഒരു സംഘാടകനെ ഞാൻ കണ്ടിട്ടില്ല. Even in the car, if people were standing on the road, he was telling me left, right, left. I was listening to his orders, and the thought occurred to me that maybe I should take him and kidnap him and take him to UP to work with me. കാറിലിരിക്കുമ്പോഴും അദ്ദേഹം അവിടെ നിന്ന് കാറിലിരിക്കുമ്പോൾ തന്നെ വളരെ കർക്കശമായിട്ടുള്ള ഓർഡർ തന്നുകൊണ്ടിരിക്കുകയാണ്, ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക്, ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ അദ്ദേഹത്തെ ഉത്തർപ്രദേശിലേക്ക് ഞാൻ തട്ടിക്കൊണ്ട് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത്. To which one of the senior leaders present here said, we'll be very happy.
ഞാനത് പറഞ്ഞപ്പോ ഇവിടെയുള്ള മുതിർന്ന നേതാക്കൾ ഒരാൾ പറഞ്ഞു അദ്ദേഹത്തെ യുപിയിലേക്ക് തട്ടിക്കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരിക്കുമെന്ന്. So I'm going to leave him here. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നില്ല, അദ്ദേഹത്തെ ഇവിടെ തന്നെ നിർത്തിയിട്ട് പോവുകയാണ്. I would like to welcome Shri T.N. Pratapanji, M.M. Hassanji, Beni Benahanji, M.P. Vincentji, Rajiv Gowdaji, Srinivasan Krishnanji, Joseph Chalisariji, Padmaja Venugopalji, Anil Lakkaraji, George Balurji, Sunil Antikarji, C.C. Srikumarji, Sunil Lalurji, Vijay Hariji and K. Samparji to this meeting today and all other leaders present here. വേദിയിലിരിക്കുന്ന എല്ലാ നേതാക്കളെയും, കോൺഗ്രസിന്റെയും UDF-ന്റെ എല്ലാ നേതാക്കളെയും, എല്ലാ സ്ഥാനാർത്ഥികളെയും ഇന്നത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. Since T.N. Pratapanji was with me the whole day, he also taught me one line in Malayalam. T.N. പ്രതാപൻജി ഇന്ന് എന്റെ കൂടെ ഇന്നത്തെ ദിവസം മുഴുവൻ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം മലയാളത്തിൽ ഒരു വാചകം എന്നെ പഠിപ്പിച്ചു. നിങ്ങൾ എല്ലാവർക്കും ഈസ്റ്റർ വിഷു ആശംസകൾ. My sisters and brothers of Thrissur, you belong to the cultural capital of Kerala. എന്റെ തൃശ്ശൂരിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത്, നിങ്ങളുള്ളത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്താണ്. This is a historical land. ഇത് ചരിത്രപരമായ ഒരു ഭൂമിയാണ്. Many stories lie within its lap. ഈ ഭൂമിയുടെ മടിയിൽ, നിങ്ങളുടെ മടിയിൽ വളരെയധികം ചരിത്രപരമായ കഥകളുണ്ട്. Within the historical legacy of Thrissur, stories of culture, of politics, of the people of this land. തൃശ്ശൂരിന്റെ ചരിത്രപരമായ പാരമ്പര്യത്തിൽ, രാഷ്ട്രീയത്തിന്റെ, സംസ്കാരത്തിന്റെ, ഈ മണ്ണിന്റെ പാരമ്പര്യത്തിന്റെ ഒക്കെ കഥകൾ തൃശ്ശൂരിന്റെ മണ്ണിൽ മടിയിലേക്ക് ചേർന്ന് കിടപ്പുണ്ട്. It is your culture of harmony, your beautiful land, your industries, the natural beauty of Kerala, the hard work of its people that make it what it is today. നിങ്ങളുടെ പരസ്പരം ഒരുമിച്ച് പോകുന്ന സാഹോദര്യത്തിന്റെയും ഒത്തൊരുമയുടെയും പാരമ്പര്യം, നിങ്ങളുടെ പ്രകൃതിയുടെ മനോഹരമായ സൗന്ദര്യം, നിങ്ങളുടെ കഠിനാധ്വാനം, ഇതൊക്കെയാണ് ഈ ഭൂമിയെ ഇതാക്കി തീർക്കുന്നത്. Many great writers have written about the lives of Kerala's craftsmen, of farmers, fishermen, fisherwomen, its industry and its എഴുത്തുകാരൻ, കേരളത്തിലെ കരകൗശല മേഖലയിൽ പണിയെടുക്കുന്നവർ, കേരളത്തിലെ കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്നവർ, ഇവരെപ്പറ്റി ധാരാളം പേര് എഴുതിയിട്ടുണ്ട്. Mahatma Gandhi ji himself came here and gave a call for people to join the nationalist movement. മഹാത്മാഗാന്ധി ഇവിടെ വന്നിട്ട്, ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ വന്നിട്ട് ഇവിടുത്തെ ആളുകളോട് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാനുള്ള ആഹ്വാനം നടത്തിയ മണ്ണാണ് ഈ തൃശ്ശൂരിന്റെ മണ്ണ്. My own family has a history with you. എന്റെ കുടുംബത്തിന്, എന്റെ സ്വന്തം കുടുംബത്തിന് നിങ്ങളോട് ചരിത്രപരമായ ഒരു ബന്ധമുണ്ട്, നിങ്ങളോടുള്ള ബന്ധത്തിന്റെ ഒരു ചരിത്രമുണ്ട്. My great grandfather Jawaharlal Nehru ji came here and inaugurated the Kalamandalam. എന്റെ വലിയ മുത്തച്ഛനായ ശ്രീ ജവഹർലാൽ നെഹ്റുജി ഇവിടെ വന്നിട്ട് കേരള കലാമണ്ഡലം ഉദ്ഘാടനം ചെയ്തു. And I am told that both my grandmother Indira ji and my father Rajiv ji have spoken from this very place. എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, എന്റെ മുത്തശ്ശിയായിരുന്ന ഇന്ദിരാജിയും എന്റെ അച്ഛനായിരുന്ന ശ്രീ രാജീവ് ജിയും ഇതേ വേദിയിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. The bond between them and you was a bond of respect and love. അവർക്കിടയിലും നിങ്ങൾക്കിടയിലുമുള്ള ഒരു ബന്ധം അഭിമാനത്തിന്റെയും ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു ബന്ധമായിരുന്നു അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരുന്നത്. Today my brother calls Kerala his second home. ഇന്ന് എന്റെ സഹോദരൻ ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വീടെന്നാണ് വിളിക്കുന്നത്. And you have given him so much of your love and affection. നിങ്ങൾ ഒരുപാട് സ്നേഹവും നിങ്ങളുടെ ഇഷ്ടവും അദ്ദേഹത്തിന് നിങ്ങൾ വാരിക്കോരി നൽകുന്നുണ്ട്. That I know from his expression when he comes back from Kerala that he has been here without him even telling me.
അദ്ദേഹം പറയുക പോലും വേണ്ട. കേരളത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖഭാവം കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ അദ്ദേഹം കേരളത്തിൽ നിന്നാണ് മടങ്ങി വന്നതെന്നും. You will be celebrating the Puram festival here this month. ഈ മാസം നിങ്ങൾ ഇവിടെ പൂരം ആഘോഷിക്കാൻ പോവുകയാണ്. The central message of Puram is equality. പൂരം എന്ന് പറയുന്ന ആഘോഷം നിങ്ങൾ നടത്തുമ്പോൾ അതിന്റെ കേന്ദ്രത്തിലുള്ള സന്ദേശം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് തുല്യത, സമത്വമാണ്. It is everybody's festival. അത് പൂരം എല്ലാവരുടെയും ആഘോഷമാണ്. Nobody is excluded from it. ആഘോഷത്തിൽ നിന്നും ഒരാളെ പോലും നമ്മൾ മാറ്റി നിർത്താറില്ല. Its joy, its colors, the harmony it celebrates, its inclusivity is the true spirit of Kerala. അതിലുള്ള സന്തോഷം, അതിന്റെ നിറങ്ങൾ, അതിന്റെ ഒത്തൊരുമ, അതിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്, പൂരം എന്ന് പറയുന്ന ഉത്സവം എന്ന് പറയുന്നത് കേരളത്തിന്റെ യഥാർത്ഥ സ്പിരിറ്റും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്നതാണ്. Day after tomorrow, you also celebrate Good Friday, and soon the Ramzan month will begin. നിങ്ങൾ മറ്റന്നാൾ ദുഃഖവെള്ളി ആചരിക്കുകയാണ്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ റമദാൻ മാസവും വരും. It is Kerala's greatness that all these different religions thrive in your land, that all these festivals are celebrated with no negativity around them, in a positive, happy and harmonious spirit. ഈ പറയുന്ന ആഘോഷങ്ങളെല്ലാം, വിവിധ മതങ്ങളുടെ വിവിധ ആഘോഷങ്ങളെല്ലാം ഒരു നെഗറ്റിവിറ്റിയും നിഷേധാത്മക സ്വഭാവവുമില്ലാതെ എല്ലാവരും സ്നേഹത്തോടുകൂടി സാഹോദര്യത്തോടുകൂടി ആഘോഷിക്കുന്നു എന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ മഹത്വമായി ഞാൻ കണക്കാക്കുന്നു. As I stand here in Thrissur today and talk about the historical and cultural legacy of Kerala, I cannot help but give a call for the people of Kerala to reject the divisive and fascist policies of the BJP and the CPM's politics of fraud, fear and favoritism. ഇന്ന് തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തൃശ്ശൂരിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ പാരമ്പര്യത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് BJPയുടെയും RSSന്റെയും ജനങ്ങളെ വിഭജിക്കുന്ന രാഷ്ട്രീയത്തെ എതിർത്ത് നിൽക്കുവാൻ, തടഞ്ഞു നിൽക്കുവാൻ, അതുപോലെ തന്നെ അക്രമത്തിന്റെയും വഞ്ചനയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ, ഇടതുപക്ഷ മുന്നണിയുടെ രാഷ്ട്രീയത്തെ തടഞ്ഞു നിർത്തുവാൻ നിങ്ങളോട് പറയാതെ അല്ലാതെ എനിക്ക് മറ്റൊരു വഴിയില്ല. You know that the Congress party is not a cadre-based party like the CPM. നിങ്ങൾക്കറിയാം, കോൺഗ്രസ് പാർട്ടി CPIM-നെ പോലെ ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയല്ല. It is a people-based party. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ജനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള, ജനങ്ങളിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. Right from its inception, its politics has been about people, Congress- about you. കോൺഗ്രസ് പാർട്ടി ഉണ്ടായ നാൾ മുതൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയമാണ്. അത് നിങ്ങളെ കുറിച്ചുള്ള രാഷ്ട്രീയമാണ്. It was the Congress party that gave the call for the state of Kerala to be united in 1921. 1921 ഐക്യ കേരളത്തിനുള്ള ആഹ്വാനം നൽകിയത് ഈ കോൺഗ്രസ് പാർട്ടിയാണ്. We don't practice the politics of divisiveness like the BJP does. BJP ചെയ്യുന്നത് പോലെ ജനങ്ങളെ വിഭജിക്കുന്ന വിഭജനത്തിന്റെ രാഷ്ട്രീയം ഒരിക്കലും കോൺഗ്രസ് അനുവർത്തിക്കുന്നില്ല, പ്രാവർത്തികമാക്കില്ല. Our politics is about uniting you. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന രാഷ്ട്രീയമാണ്. It is about brotherhood. അത് സാഹോദര്യത്തിന്റെ രാഷ്ട്രീയമാണ്. It is about love. അത് സ്നേഹത്തെ കുറിച്ചുള്ള രാഷ്ട്രീയമാണ്. And it is about progress. അത് സമൃദ്ധിയെക്കുറിച്ചും പുരോഗമനത്തെക്കുറിച്ചുമുള്ള രാഷ്ട്രീയമാണ്. In fact, I found it very interesting that on his tour of Kerala yesterday, the Prime Minister, Sri Narendra Modi ji, quoted from the Holy Bible. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചപ്പോൾ ഇന്നലെ അദ്ദേഹം ബൈബിളിനെ കുറിച്ച് പറഞ്ഞു, ബൈബിൾ ഉദ്ധരിച്ചു എന്നത് എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യമായിട്ട് തോന്നി. I suppose it is because the elections in Kerala are around the corner. എനിക്ക് തോന്നുന്നത്, ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം അങ്ങനെ ചെയ്തത് കേരളത്തിൽ ഉടനെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് മാത്രമാണെന്നാണ്. Because I didn't hear him say a single word about the sisters who were harassed in Jhansi. കാരണം അദ്ദേഹം ഝാൻസിയിൽ ആക്രമിക്കപ്പെട്ട ആ കന്യാസ്ത്രീകളെ പറ്റി ഒരു വാക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ് ഞാൻ കേട്ടില്ല. I didn't hear him comment when goons from his own party's youth wing asked them to get off a train, asked them for their identity and asked them what religion they belong to.
ഈ കന്യാസ്ത്രീകളോട് ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ അവരുടെ ഐഡന്റിറ്റി തെളിയിക്കുന്ന, അസ്തിത്വം തെളിയിക്കുന്ന രേഖകൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ചെറുപ്പക്കാരായ ഗുണ്ടകൾ ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ മതം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയുന്നത് ഞാൻ കേട്ടില്ല. I didn't see him stand up for them. ആ കന്യാസ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. Perhaps he does not understand what they stand for. ഈ കന്യാസ്ത്രീകൾ എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത്, ജീവിക്കുന്നതെന്ന് ഒരു പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. Perhaps he doesn't understand that nuns of the Sacred Heart commit their lives to serving the poor. ഒരു പക്ഷേ തിരുഹൃദയ സഭയിലെ സന്യാസിമാർ അവരുടെ ജീവിതം മുഴുവൻ ദരിദ്രരായ, സാധാരണക്കാരായ, പാവങ്ങളായ ആളുകളെ സേവിക്കുന്നതിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. I worked for many years with my sisters in Mother Teresa's order, the Missionaries of Charity. മദർ തെരേസയുടെ ഓർഡറായ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ ഒരുപാട് കാലം ആ സിസ്റ്റേഴ്സിനോടൊപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. I was a volunteer at their homes in Delhi. അവരുടെ ഡൽഹിയിലെ ഭവനങ്ങളിലുള്ള ഒരു വോളണ്ടിയർ ആയിരുന്നു, ഒരു സന്നദ്ധ പ്രവർത്തകയായിരുന്നു ഞാൻ വർഷങ്ങളോളം. They taught me how to sweep and mop the floors of their wards. അവരുടെ വാർഡുകളിലെ, ആ വീടുകളിലെ അഗതികളായിട്ടുള്ളവരുടെ വീടുകളിലെ അവിടെ ആ വീടുകൾ എങ്ങനെ വൃത്തിയാക്കണം, അവിടെ തുടയ്ക്കണമെന്ന് അവരെന്നെ പഠിപ്പിച്ചു. They taught me how to clean maggot-filled wounds of destitutes who were thrown to die on the streets. തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട അഗതികളായ മനുഷ്യരുടെ മുറിവുകൾ എങ്ങനെ വൃത്തിയാക്കണമെന്ന് അവിടുത്തെ സിസ്റ്റേഴ്സ് എന്നെ പഠിപ്പിച്ചു. They showed me the dignity of service. സേവനത്തിന്റെ അന്തസ് എന്താണ്, മാന്യത എന്താണെന്ന് അവിടുത്തെ കന്യാസ്ത്രീകൾ സിസ്റ്റേഴ്സ് എന്നെ പഠിപ്പിച്ചു. And today when I meet them, often they tell me of how they are persecuted. ഇന്ന് ഞാൻ അവരെ കാണുമ്പോൾ പലപ്പോഴും അവരെന്നോട് പറയുകയാണ് ഏത് വിധത്തിലാണ് അവർ വേട്ടയാടപ്പെട്ടിരിക്കുന്നത് എന്ന് അവരെന്നോട് പലപ്പോഴും പറയാറുണ്ട്. There is nothing more hollow than quoting the Bible if you sow the seeds of division and hatred. ഈ രാജ്യത്തെ വിഭജനത്തിന്റെയും വിദ്വേഷത്തിന്റെയും വിത്ത് പാകിയിട്ട് നിങ്ങൾ ബൈബിൾ ഉദ്ധരിക്കുന്നതിലും പൊള്ളയായി മറ്റൊരു കാര്യവും ഇവിടെ ഇല്ലെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. There is nothing more false than quoting the lines of Jesus on a political stage and unleashing the persecution of those whose lives are spent serving the poor and the unfortunate from behind the stage. ഒരു രാഷ്ട്രീയ വേദിയിൽ നിന്ന് ജീസസിന്റെ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ടവരായ, സാധാരണക്കാരായ, ദരിദ്രരായ മനുഷ്യരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ആളുകളെ വേട്ടയാടുന്നതിലപ്പുറം മറ്റൊരു കപടമായ മറ്റൊന്നുമില്ല എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It was Jesus Christ who exposed the tyranny of the ruler whose greed and selfishness ravaged his people. ഒരു ഭരണാധികാരിയുടെ അദ്ദേഹത്തിന്റെ അത്യാഗ്രഹവും സ്വാർത്ഥതയും സ്വന്തം നാട്ടിലെ ജനങ്ങളെ തകർത്തടിഞ്ഞ ഒരു നിഷ്ഠൂര ഭരണത്തെ പുറത്തു കൊണ്ടുവന്നത് ജീസസ് ക്രൈസ്റ്റ് ആണ്, യേശുദേവനാണ്. It would be better for the Prime Minister to heed the words of the Holy Bible rather than use them lightly in his hollow political speeches. തന്റെ പൊള്ളയായ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ബൈബിളിലെ വാക്കുകൾ ഉദ്ധരിക്കുന്നതിന് പകരം നമ്മുടെ പ്രധാനമന്ത്രി ആ വാക്യങ്ങളിൽ അല്പമെങ്കിലും പ്രാവർത്തികമാക്കുന്നതാണ് നല്ലതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Everybody knows how the central government headed by Mr. Narendra Modi has divided our country in the name of religion. മതത്തിന്റെ പേരിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ എത്രമാത്രം വിഭജിച്ചിട്ടുണ്ടെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. And everybody has seen the disdain with which he has treated the poor farmers of our nation. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രമാത്രം അവജ്ഞയോടുകൂടിയാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്തെ ദരിദ്രരായ കർഷകരോട് പെരുമാറിയതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. Lakhs of farmers have been sitting in protest at the borders of Delhi for months. ലക്ഷക്കണക്കിന് കർഷകർ അവിടെ പ്രതിഷേധവുമായി ഡൽഹിയുടെ അതിർത്തികളിൽ മാസങ്ങളായി പ്രതിഷേധവുമായി ഇരിക്കുകയാണ്. All they are asking for is a hearing. അവർ ചോദിക്കുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, നിങ്ങൾ ഞങ്ങളെ കേൾക്കുക, ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക. All they are asking for is to be saved. അവർ ആകെ പറയുന്നത് ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. And yet the Prime Minister and his government persist with laws that are going to cripple them
and destroy their livelihood. അവരിതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും അവരെ നശിപ്പിക്കുന്ന, അവരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുന്ന നിയമം കൊണ്ട് മുൻപോട്ട് പോവുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. The BJP's politics is filled with lies. ബിജെപിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നുണകൾ കൊണ്ട് നിറഞ്ഞതാണ്. So I would also like to quote the Holy Bible for the Prime Minister today. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി ഞാനും ഇവിടെ വിശുദ്ധ ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു. Truthful lips endure forever, but a lying tongue is but for a moment. സത്യസന്ധമായ ചുണ്ടുകൾ എല്ലാ കാലത്തും നിലനിൽക്കും, പക്ഷേ നുണ പറയുന്ന ഒരു നാവ് ഒരു നിമിഷത്തേക്ക് മാത്രമേ നിലനിൽക്കൂ എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ചെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The people of Kerala and the people of India deserve better. കേരളത്തിലെ ജനങ്ങൾ അതുപോലെ ഇന്ത്യയിലെ ജനങ്ങൾ ഇതിലും മെച്ചമായത് അർഹിക്കുന്നുണ്ട്. They deserve truth from those who sit in government. ഭരണത്തിൽ ഇരിക്കുന്നവരിൽ നിന്ന് അവർ സത്യം അർഹിക്കുന്നുണ്ട്. They deserve a politics that unites. ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ അർഹിക്കുന്നുണ്ട്. A politics about real issues. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയം നിങ്ങൾ അർഹിക്കുന്നുണ്ട്. About jobs. ജോലികളെ കുറിച്ച് സംസാരിക്കുന്ന About രാഷ്ട്രീയം, healthcare. ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച്, Welfare. പുരോഗതിയെ കുറിച്ച്, About empowering women. സ്ത്രീകളെ ശക്തീകരിക്കുന്നതിനെ കുറിച്ച്, About supporting small businesses. ചെറുകിട വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ളത്, About encouraging industries which are local. പ്രാദേശികമായ തദ്ദേശീയമായ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം, And strengthening the people of Kerala and the people of India so that they can face all difficulties before them. അതുപോലെ തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ അവർ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്ന ശക്തരാക്കുന്ന ഒരു രാഷ്ട്രീയം നിങ്ങൾ അർഹിക്കുന്നുണ്ട്. But unfortunately, in Kerala, you are suffering from both sides. On the one hand is the central government, whose policies have virtually set back your economy. നിങ്ങളെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, കേരളത്തിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിട്ടുണ്ട് രണ്ട് വശങ്ങളിൽ നിന്ന്. ഒരു വശത്ത് നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. A faulty GST, demonetization before that, a badly thought out lockdown during the corona pandemic has crippled industry and has halted the economy. ഒരു വികലമായ ചരക്ക് സേവന നികുതി, അതിനു മുമ്പിൽ നടപ്പിലാക്കിയ നോട്ട് നിരോധനം, അതുപോലെ തന്നെ ആലോചിക്കാതെ കൊറോണ കാലത്ത് നടപ്പിലാക്കിയ ഒരു ലോക്ക്ഡൌൺ, ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. Unfortunately, your state government has done nothing to support you through this crisis. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ പ്രതിസന്ധികളിലൊന്നും നിങ്ങളെ പിന്തുണയ്ക്കാൻ നിങ്ങളുടെ സംസ്ഥാന ഗവൺമെന്റും യാതൊന്നും ചെയ്തില്ല. Many wonderful promises were made. You were told that 20 lakh jobs would be provided. നിങ്ങളുടെ മുൻപിൽ വളരെയധികം മനോഹരമായ മികച്ച വാഗ്ദാനങ്ങൾ നൽകി. നിങ്ങളോട് പറഞ്ഞു 20 ലക്ഷം തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടും. You were told that the cashew industry would be revived, that the rubber industry would be strengthened. ഇവിടുത്തെ കശുവണ്ടി വ്യവസായം, അതുപോലെ റബ്ബർ വ്യവസായം, ഇതൊക്കെ പുനരുജ്ജീവിപ്പിക്കപ്പെടും, ഇത് ശക്തീകരിക്കപ്പെടും എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു. You were promised a minimum support price for paddy, for coconut, for rubber. റബ്ബറിനും നാളികേരത്തിനും അതുപോലെ നെല്ലിനും അടിസ്ഥാനപരമായ ഒരു താങ്ങുവില നൽകും എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. Did any of this happen? ഇതിലേതെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? None of it happened. ഇതിലൊന്നും സംഭവിച്ചിട്ടില്ല. In fact, in some cases, there were scams, there was corruption. In the case of the rubber industry, imports are allowed unchecked while the rubber industry struggles. ഇത് മാത്രമല്ല, പല കാര്യങ്ങളും ഇവിടെ ധാരാളം അഴിമതി നടന്നിട്ടുണ്ട്, ധാരാളം അഴിമതി കഥകൾ പുറത്തു വന്നിട്ടുണ്ട്. റബ്ബർ വ്യവസായത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അനിയന്ത്രിതമായ റബ്ബറിന്റെ ഇറക്കുമതി മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ നടന്നിട്ടുണ്ട്. The livelihood of fisher folk was sold off for a few thousand crores. ഏതായാലും ആയിരക്കണക്കിന് കോടി രൂപയ്ക്ക് വേണ്ടി നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണ് ഈ സർക്കാർ വിറ്റുകളയാൻ ശ്രമിച്ചത്. And if you look back at 5 years of the CPIM's rule, you find only betrayal. നിങ്ങൾ ഒരു പക്ഷേ CPMന്റെ 5 വർഷത്തെ ഭരണത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വഞ്ചനയും ചതിയും മാത്രമാണ് ജനങ്ങൾ എന്ന നിലയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. Now that elections are close
and they know where they stand, they are strangely agitated. ഇപ്പോൾ ഇലക്ഷനാണ്, അപ്പോൾ അവർക്ക് എന്താണെന്ന്, അവരെവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാതെ അവരിപ്പോൾ വളരെ അസ്വസ്ഥരായിരിക്കുകയാണ്. They are beginning to sound and behave like the BJP themselves. അതുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റും ഇടതുപക്ഷക്കാരും BJP പോലെ ചിന്തിക്കാനും BJP പോലെ ശബ്ദിക്കാനും പെരുമാറാനും തുടങ്ങിയിരിക്കുകയാണ്. 2 days ago, an LDF leader made a sexist remark about the school girls and college girls of Kerala. 2 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവ് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥിനികളെയും കോളേജ് വിദ്യാർത്ഥിനികളെയും പറ്റി ലിംഗപരമായ അധിക്ഷേപമുള്ള ഒരു പരാമർശം ഇവിടെ നടത്തുകയുണ്ടായി. He insulted the women and girls of Kerala. അദ്ദേഹം ആ പരാമർശത്തിലൂടെ കേരളത്തിലെ പെൺകുട്ടികളെയും സ്ത്രീകളെയും അപമാനിക്കുകയാണ് ചെയ്തത്. And I was happy to see that there was an uproar that made him bend down and apologize to him. അതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉയരുകയും അതിന്റെ അവസാനം അദ്ദേഹത്തിന് ക്ഷമ ചോദിക്കേണ്ടി വരികയും ചെയ്തു എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. It was beginning to sound to me like the CPM was taking campaigning lessons from the Chief Minister of Uttar Pradesh and the Chief Minister of Uttarakhand. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് CPM പ്രചരണത്തിന്റെ പാഠങ്ങൾ UP-യിലെ മുഖ്യമന്ത്രിയിലും ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രിയിൽ നിന്നും പഠിക്കുന്നത് പോലെയാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. Because all they seem concerned about is what women will wear, what they should, how they should behave, and even whom they should love and marry. കാരണം ഇവർക്ക് ഏറ്റവും ആകുലതയുണ്ടെന്ന് തോന്നിയത് പെൺകുട്ടികൾ, സ്ത്രീകൾ എന്ത് ധരിക്കണം, ഏത് വേഷമിടണം, എങ്ങനെ പെരുമാറണം, ആരെ ഇഷ്ടപ്പെടണം, ആരെ കല്യാണം കഴിക്കണം തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ആകുലതയുള്ളതെന്ന് തോന്നുന്നു. Well, I have news for them. അവരോട് പറയാൻ എനിക്കൊരു വാർത്തയുണ്ട്. You don't tell us what to wear. നിങ്ങൾ ഞങ്ങളോട് എന്ത് ധരിക്കണം, എന്ത് വേഷം, You don't tell us whom to be. ഞങ്ങൾ ആരാകണമെന്ന് നിങ്ങൾ ഞങ്ങളോട് പറയണ്ട. ഞങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ ഞങ്ങളോട് പറയണ്ട. And you certainly don't tell us whom we can love. തീർച്ചയായും നിങ്ങൾ ഞങ്ങളോട് പറയണ്ട. ആരെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ഞങ്ങളോട് തീർച്ചയായും പറയണ്ട. We will wear whatever we choose to wear. ഞങ്ങൾ എന്ത് ധരിക്കണമെന്ന് തെരഞ്ഞെടുക്കുന്നുവോ അത് ഞങ്ങൾ ധരിക്കും. We will be whoever we choose to be. ഞങ്ങൾ എന്താകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നുവോ അത് തന്നെ ഞങ്ങളായിത്തീരും. And we will love whoever we choose to love. ഞങ്ങൾ ആരെ സ്നേഹിക്കണമെന്ന് ഇഷ്ടപ്പെടണമെന്ന് തീരുമാനിക്കുന്നുവോ അവരെ തന്നെ ഞങ്ങൾ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യും. And nobody will tell us what we should do. ആരും ഞങ്ങളോട് പറയാൻ വരണ്ട ഞങ്ങൾ എന്ത് You ചെയ്യണം. agree with me? എന്നോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. I'm on your side. ഞാൻ നിങ്ങളുടെ കൂടെയാണ്. All of you. നിങ്ങളുടെ I എല്ലാവരും will fight for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടും. We'll teach them what is progressive. ഞങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കും എന്താണ് പുരോഗമനം എന്താണെന്നുള്ളത്, പുരോഗമനാത്മകത എന്താണെന്നുള്ളത് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കും. We'll teach them they can't take us for granted. ഞങ്ങളെ അവഗണിക്കാനും നമ്മളെ നിസ്സാരമായി കാണാനും പറ്റില്ല എന്ന് അവർക്ക് We are the biggest force in this country. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ശക്തിയാണ് നമ്മളെന്ന് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കും. We are 50% of this country. We are the strongest, bravest, most powerful force this country. ഈ രാജ്യത്തിന്റെ 50% ഞങ്ങൾ. ഈ രാജ്യത്തെ ഏറ്റവും ശക്തിയുള്ള ഏറ്റവും വലിയ ശക്തിയാണ് നമ്മൾ. And if not now, then one day it will be the women of this country that will show all political parties that unless they are respected, unless they get their full right like every man, these political parties will not be able to stand before them. ഒരിക്കൽ ഈ രാജ്യത്തെ സ്ത്രീകളായിരിക്കും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് അവരുടെ ന്യായമായ അവകാശങ്ങൾ കിട്ടിയില്ലെങ്കിൽ, അവരുടെ തുല്യത കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ സ്ത്രീകളായിരിക്കും. You are the gold of Kerala. നിങ്ങളാണ് കേരളത്തിന്റെ സ്വർണം. But in this I include my brothers also. We'll allow them that. ഈ പറയുമ്പോൾ സ്വർണം എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ എന്റെ സഹോദരന്മാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. My brothers and sisters, people of Kerala, you are Swarnam. കേരളത്തിലെ ജനങ്ങളായ എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളാണ് സ്വർണം. Yes, And don't you let any government of Kerala forget that. നിങ്ങൾ കേരളത്തിലെ ഒരു ഗവൺമെന്റിനെയും നിങ്ങളാണ് കേരളത്തിന്റെ യഥാർത്ഥ സ്വർണം എന്നത് മറക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. You know better than I do that the state government today
has forgotten this basic truth. It is more interested in gold that is being smuggled from outside. പക്ഷേ എന്നെക്കാളും കാര്യമായിട്ട് നിങ്ങൾക്കറിയാം, നിങ്ങളാണ് കേരളത്തിന്റെ യഥാർത്ഥ സ്വർണം എന്ന വസ്തുത, അടിസ്ഥാന സത്യം കേരളത്തിലെ ഗവൺമെന്റ് മറന്നുപോയിരിക്കുകയാണ്. അവർക്ക് കൂടുതൽ താല്പര്യം വിദേശത്തു നിന്നുള്ള സ്വർണം ഇവിടേക്ക് കടത്തുന്നതിലാണെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It has swarnam in you, but it is interested in foreign swarnam. കേരളത്തിലെ ഗവൺമെന്റിന് സ്വർണം ഇവിടെയുണ്ട്, പക്ഷെ അതിന് താല്പര്യം, കേരള ഗവൺമെന്റിന് താല്പര്യം വിദേശത്തുള്ള സ്വർണത്തിലാണ്. It's interested in giving fishing contracts to multinational companies instead of strengthening the fishermen and women of Kerala. കേരളത്തിലെ മത്സ്യബന്ധനത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരെ ശക്തിപ്പെടുത്തുന്നതിന് പകരം മത്സ്യബന്ധന കരാറുകൾ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് നൽകുന്നതിലാണ് കേരള ഗവൺമെന്റിന് താല്പര്യം. It has forgotten you to this extent that it has made a deal with a US company and opened up your personal healthcare records to them without any clause of confidentiality. രഹസ്യാത്മകതയുടെ സ്വഭാവം നിലനിർത്തുന്ന ഉടമ്പടിയിൽ ഒന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സ്വകാര്യ വിവരങ്ങൾ അമേരിക്കൻ കമ്പനികൾക്ക് നൽകുന്ന തലം വരെ നിങ്ങളെ കേരളത്തിലെ LDF ഗവൺമെന്റ് മറന്നുപോയോ? Not to mention the Itharapalli hydropower project, which they are insisting on going ahead with despite resistance from the people. അതും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആതിരപ്പള്ളി ഹൈഡൽ പവർ പദ്ധതി, ഇവിടുത്തെ ആളുകളിൽ നിന്ന് ധാരാളം പ്രതിഷേധത്തിന്റെ സ്വരം ഉയർന്നിട്ടും LDF ഗവൺമെന്റ് ആ പദ്ധതിയുമായി മുൻപോട്ട് പോകാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. They are even forgetting the swarnam of the flora and fauna of this beautiful state. ഈ മനോഹരമായ സംസ്ഥാനത്തിലെ സസ്യജാലങ്ങളുടെ ജന്തുജാലങ്ങൾ ഒക്കെ നിറഞ്ഞ മനോഹരമായ സ്വർണം അതുകൂടി ഈ ഗവൺമെന്റ് മറക്കുകയാണ്. I think we should rename their manifesto as a corporate manifesto. ഞാൻ പറയുന്നത് അവരുടെ പ്രകടന പത്രികയെ നമ്മൾ കോർപ്പറേറ്റ് പ്രകടന പത്രിക എന്ന് പേര് മാറ്റി കൊടുക്കേണ്ടതാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. But I don't need to tell you this. I know you already recognize it. പക്ഷെ ഞാൻ നിങ്ങളോടത് പറയേണ്ട കാര്യമില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And as I stand here before you today, I want to tell you that the UDF and the Congress party are committed to a progressive politics. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു രാഷ്ട്രീയം പിന്തുടരാൻ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും പ്രതിജ്ഞാബദ്ധമാണെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We are committed to a politics for you, a constructive and positive politics. സൃഷ്ടിപരവും പ്രസാദാത്മകവുമായ പോസിറ്റീവുമായിട്ടുള്ള നിങ്ങൾ കേന്ദ്രബിന്ദുവായ ഒരു രാഷ്ട്രീയത്തിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. You might have noticed that our team in this election consists of 50% young candidates aged between 25 and 45. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത്, UDFന്റെയും കോൺഗ്രസിന്റെയും ടീം എന്ന് പറയുന്നത് 50% സ്ഥാനാർത്ഥികൾ 25-നും 50-നും ഇടയിൽ പ്രായമുള്ളവരാണെന്നുള്ള വസ്തുത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. And I can't tell you how personally proud and hopeful I have been after touring Kerala yesterday and meeting young people who are committed to serving others. എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല, വ്യക്തിപരമായി എനിക്ക് എത്രയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. കാരണം കേരളത്തിൽ ഇന്നലെ മുഴുവൻ യാത്ര ചെയ്ത് പല യുവ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പ്രചരണം നടത്തിയതിൽ എനിക്ക് എത്രമാത്രം സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് നിങ്ങളോട് പറയാൻ തന്നെ സാധിക്കുന്നില്ല. I met Atira Babu. ഞാൻ ആതിര ബാബുവിനെ കണ്ടു. From a modest family who has struggled to come to where she is today. സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി ഈ സ്ഥാനത്ത് എത്തിച്ചേർന്നാൽ വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള ആ പെൺകുട്ടിയെ ഞാൻ ഇന്നലെ കണ്ടു. I campaigned for candidates who stood shoulder to shoulder with the cashew workers when they faced a struggle. കശുവണ്ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ തോളോട് തോൾ ചേർന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിച്ച സ്ഥാനാർത്ഥികളെ ഞാൻ കണ്ടു. I campaigned for a poet. ഒരു കവിക്ക് വേണ്ടി, കവിത എഴുതുന്ന ആളിന് വേണ്ടി ഞാൻ പ്രചരണം നടത്തി. Who understands your suffering, your struggle so deeply that he has made them into poetry. നിങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു സ്ഥാനാർത്ഥി അതിനെ കവിതയാക്കി മാറ്റിയ അദ്ദേഹത്തെയും ഞാൻ കണ്ടു. And by the end of the evening, I also campaigned for many senior leaders who have been part of your government before, who have wisdom and who have experience.
on how to develop Kerala and how to move it forward. ഇന്നലെ വൈകുന്നേരമായപ്പോഴേക്കും നിങ്ങളുടെ പല മുതിർന്ന നേതാക്കന്മാരെയും മുൻപ് മന്ത്രിമാരായിരുന്നവർ പലരും അനുഭവ സമ്പത്തുള്ളവർ കേരളത്തെ എങ്ങനെ മുൻപോട്ട് നയിക്കണമെന്നുള്ള അനുഭവമുള്ളവർ അവരെയും കണ്ടു. അവർക്ക് വേണ്ടിയും ഞാൻ പ്രചരണം ഇന്നലെ നടത്തി. So we come to you in this election with a mixture of the youthful energy of young candidates, of their idealism and the wisdom and experience of our senior leaders. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത് യുവത്വത്തിന്റെ പ്രസരിപ്പും ഊർജ്ജസ്വലതയും ആശയവാദവും അതുപോലെ തന്നെ ആശയങ്ങളോടുള്ള പ്രതിബദ്ധതയും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളുടെ അനുഭവ സമ്പത്തും വിവേകവും ഇതെല്ലാം കൂടി സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തുന്നത്. And we bring to you a vision document for the future of Kerala. ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ കേരളത്തിന്റെ ഭാവിയെ നയിക്കുന്ന ഒരു കാഴ്ചപ്പാടിന്റെ ഒരു ദർശനത്തിന്റെ ഒരു രൂപരേഖയുമായിട്ടാണ് ഞങ്ങളുടെ പ്രകടന പത്രികയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരുന്നത്. It is a symbol of our respect for you that this document was not prepared with a group of people sitting in their rooms. It was prepared after extensive discussions with all sections of your society. നിങ്ങളോട് ബഹുമാനമുള്ളതിന്റെ പ്രതീകമാണ്. കാരണം ഞങ്ങൾ ഈ പ്രകടന പത്രിക കുറച്ച് ആളുകൾ ഒരു മുറിയിലിരുന്ന് അടച്ചിട്ട മുറിയിലിരുന്നല്ല തയ്യാറാക്കിയത്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുമായി വിശാലമായ ചർച്ച നടത്തിയ ശേഷമാണ് ഞങ്ങൾ ഇത് തയ്യാറാക്കിയത്. And what it contains more than anything else is your voice. ആ പ്രകടന പത്രികയിലുള്ളത് മറ്റെന്തിനേക്കാളും ഉപരി നിങ്ങളുടെ ശബ്ദമാണ്. Schemes and a roadmap made to fulfill what you desire for your state. നിങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അതിനനുസരിച്ചുള്ള പദ്ധതികളും നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്ന വഴികാട്ടികളായ പദ്ധതികളാണ് ഞങ്ങൾ ആ പ്രകടന പത്രികയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. I'd like to quickly tell you a few of its important features. പ്രകടന പത്രികയുടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. Recognizing how much hardship you have been through, especially due to the policies of the central government and the state government. Recognizing that the economy needs to be restarted and recharged. We asked eminent economists and ex-ministers of the union government what we could do to make you strong, restart your economy. നിങ്ങൾ കടന്നുപോയ ബുദ്ധിമുട്ടുകളും നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പ്രമുഖ സാമ്പത്തിക വിദഗ്ധരോടും മുൻ ധനകാര്യ മന്ത്രിമാരോടും ഞങ്ങൾ ചോദിച്ചു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. I got interrupted, sorry. Pratapanji is sending me messages saying it's late. I should hurry up. Like we asked the economists. Because of the helicopter. Yeah. But I think I'll drive, it's no problem. Yeah. Are you getting So I'll go back to what I was saying. you getting it? You were telling like we asked the economists. I got it. Yeah. So what the economists said to us in reply was pretty straightforward and simple. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി ഞങ്ങളോട് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞ ഉത്തരം വളരെ ലളിതമായിരുന്നു. They said put the people's money back into the people's money. അവരും ഞങ്ങളോട് പറഞ്ഞു ജനങ്ങളുടെ പൈസ ജനങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു നൽകുക. So by putting money back into your hands, we can restart the economy because you get some spending power, you get some support, you get some strength. നിങ്ങളുടെ കയ്യിൽ പൈസ തിരിച്ചു നൽകുന്നതിലൂടെ നമുക്ക് സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള പൈസ കിട്ടും, നിങ്ങളുടെ വാങ്ങൽ ശേഷി ഉണ്ടാവും. And that in turn strengthens the other layers of the economy. അത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയുടെ മറ്റ് തട്ടുകളെ കൂടുതൽ സജ്ജമാക്കും. So what we are proposing has been well thought out. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ തരുന്ന നിർദ്ദേശങ്ങൾ വളരെ ആലോചിച്ചിട്ടുള്ളവയാണ്. The biggest thing that our vision document contains is the Nyaya scheme. ഞങ്ങളുടെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ന്യായ പദ്ധതിയാണ്. The Nyaya scheme is a scheme by which 6,000 rupees is transferred directly into every poor household of Kerala. ന്യായ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി അനുസരിച്ച് ഓരോ മാസവും 6,000 രൂപ കേരളത്തിലെ ഓരോ ദരിദ്ര കുടുംബത്തിന്റെയും അക്കൗണ്ടിലേക്ക് UDF നൽകാൻ ഉറപ്പിച്ചിട്ടുള്ള പദ്ധതിയാണ്. The Congress government in Chhattisgarh has piloted this scheme with farmers and it has found it to be successful. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഗവൺമെന്റ് ഈ പദ്ധതി അവിടുത്തെ കർഷകരുടെ ഇടയിൽ വിജയകരമായി നടപ്പാക്കിയിട്ടുള്ള ഒന്നാണ്. We want to pioneer it here in Kerala. അത് ഞങ്ങൾ കേരളത്തിൽ പൂർണ്ണമായി ആദ്യമായി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു. We are committed to building 5 lakh homes for the homeless.
കേരളത്തിലെ ഭവനരഹിതരായ ആളുകൾക്ക് വേണ്ടി 5 ലക്ഷം ഭവനങ്ങൾ ഉണ്ടാക്കും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. We are committed to giving you the minimum support price for rubber, coconut and paddy. റബ്ബറിനും നാളികേരത്തിനും നെല്ലിനും നിങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന വില നൽകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. We are committed to increasing the welfare pension to 3,000 rupees. ഞങ്ങൾ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ ഓരോ മാസവും 3000 രൂപയാക്കി ഉയർത്തും. Those who hold white ration cards will get free 5 kilos of rice. വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് 5 കിലോ സൗജന്യ അരി ലഭിക്കും. And my sisters, for you, especially the housewives who work at home and often go unrecognized, 2,000 rupees to every housewife every month between the age of 40 and 60 who does not fall in the Nyaya scheme. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, പ്രത്യേകിച്ചും വീട്ടമ്മമാരായ സഹോദരിമാർക്ക്, ന്യായ പദ്ധതിയുടെ പരിധിയിൽ വരാത്ത 40-നും 60-നും ഇടയിൽ പ്രായമുള്ള സഹോദരിമാർക്ക് എല്ലാ മാസവും 2000 രൂപ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന തൊഴിലിന്റെ അംഗീകാരമായി ഐക്യജനാധിപത്യ മുന്നണി നിങ്ങൾക്ക് നൽകും. We will build hostels and short stay homes in major towns for women. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടി വലിയ നഗരങ്ങളിൽ ഹോസ്റ്റലുകളും ഹ്രസ്വകാലത്തേക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങളും ഞങ്ങൾ ഉണ്ടാക്കും. Give special scholarship to children of single mothers. അമ്മമാർ ഒറ്റയ്ക്ക് വളർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ ഞങ്ങൾ നൽകും. And a two-wheeler incentive to women working in the unorganized sector. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടി 2 വീലർ വാങ്ങാനുള്ള പ്രത്യേക ഇൻസെന്റീവുകളും ഞങ്ങൾ നൽകും. 100 units of electricity will be free with every electricity bill. ഓരോ കാർഡ് ഹോൾഡറിനും 100 യൂണിറ്റ് വൈദ്യുതി ഞങ്ങൾ സൗജന്യമായി ഐക്യജനാധിപത്യ മുന്നണി നൽകും. I know that many young people have been very disappointed and disheartened with the discrimination and partiality in schools, colleges and universities today. എനിക്കറിയാം നിങ്ങളുടെ നാട്ടിലുള്ള ഇവിടെയുള്ള പല ചെറുപ്പക്കാരും സ്കൂളുകളിലും കോളേജുകളിലും സർവകലാശാലകളിലും നടക്കുന്ന പക്ഷപാതിത്വത്തിന്റെയും ജാതീയമായ വിവേചനത്തിന്റെയും പേരിൽ വളരെ അസ്വസ്ഥരാണെന്നറിയാം. The UDF government will pass an act named the Rohit Vemula Act to end this discrimination. ഈ വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി UDF ഗവൺമെന്റ് രോഹിത് വെമുല നിയമം എന്ന പേരിൽ ഒരു നിയമം നടപ്പിലാക്കും. The UDF understands very well that without peace and harmony there is no progress. UDFന് കൃത്യമായി അറിയാം, ഒരു സംസ്ഥാനത്ത് സമാധാനവും യോജിപ്പും ഒത്തൊരുമയും ഇല്ലാതെ ഒരിക്കലും പുരോഗതിയും സമൃദ്ധിയും ഉണ്ടാകില്ലെന്ന്. As I said before, we do not believe in the politics of division and the politics of hatred and anger. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും ജനങ്ങളെ വിഭജിക്കുന്ന, അതുപോലെ ജനങ്ങളുടെ ഇടയിൽ വെറുപ്പുണ്ടാക്കുന്ന കോപത്തിന്റെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. You have seen a lot of political violence in Kerala recently. കേരളത്തിൽ അടുത്ത കാലത്തായി നിങ്ങൾ ധാരാളം രാഷ്ട്രീയ അക്രമങ്ങൾ കണ്ടിട്ടുണ്ട്. The Congress party itself has lost many youth Congress workers to it. ഈ രാഷ്ട്രീയ അക്രമത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ധാരാളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. We propose to set up a peace and harmony department to put an end to these rising political tensions. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ സംഘർഷങ്ങളും അക്രമങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി സമാധാനത്തിന്റെയും ഒത്തൊരുമയുടെയും ഒരു പീസ് ആൻഡ് ഹാർമണി വകുപ്പ് പ്രത്യേകമായി UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ രൂപീകരിക്കുന്നതായിരിക്കും. This is your vision for Kerala. ഇത് കേരളത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടും ദർശനവുമാണ്. It is your document, your politics. ഞങ്ങളുടെ പ്രകടന പത്രിക എന്ന് പറയുന്നത് നിങ്ങളുടെ പത്രികയാണ്, നിങ്ങൾ ഉണ്ടാക്കിയ രേഖയാണ്, അത് നിങ്ങളുടെ രാഷ്ട്രീയമാണ്. The entire country looks towards you. ഈ രാജ്യം മുഴുവൻ നിങ്ങളെ ഉറ്റുനോക്കുകയാണ്. You have built for yourself with your own hard work a state that every other state looks towards for direction. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഈ രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ദിശ നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഉറ്റുനോക്കുന്ന ഒരു മനോഹരമായ സംസ്ഥാനം നിങ്ങൾ പടുത്തുയർത്തിയിട്ടുണ്ട്. Kerala is known as God's own country. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് അറിയപ്പെടുന്നത്. So in God's own country, I ask of you, reject the politics of hatred and anger. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അക്രമത്തിന്റെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തെ തള്ളിക്കളയാൻ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ജനങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. Embrace the politics of love, of unity and of progress.
സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, സമൃദ്ധിയുടെ, പുരോഗതിയുടെ രാഷ്ട്രീയത്തെ ആലിംഗനം ചെയ്യാൻ, ഉൾക്കൊള്ളാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. We have a duty towards you. ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു ഉത്തരവാദിത്വവും കടമയുമുണ്ട്. Our duty is to work, to serve you, and to work for your progress. ഞങ്ങളുടെ കടമ എന്ന് പറയുന്നത് നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക, നിങ്ങളെ സേവിക്കുക എന്നതാണ്. But you also have a duty towards your state and your country. നിങ്ങൾക്കും നിങ്ങളുടെ സംസ്ഥാനത്തോടും നിങ്ങളുടെ രാജ്യത്തോടും ഒരു ചുമതലയും ഉത്തരവാദിത്വവും ഉണ്ട്. And there is no greater duty than it. അതിനപ്പുറം അതിലും വലിയ മറ്റൊരു ചുമതലയും ഉത്തരവാദിത്വവും നിങ്ങൾക്കില്ല. It is the duty to choose your government wisely. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ബുദ്ധിപൂർവം നിങ്ങളുടെ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുക എന്ന ഉത്തരവാദിത്വമാണ്. It is the duty to elect people and make them answerable to you. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജനങ്ങളെ തെരഞ്ഞെടുക്കുകയും നിങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയും നിങ്ങളോട് ഉത്തരം പറയാൻ അവരെ ബാധ്യസ്ഥരാക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വമാണ്. Don't ever forget that your future is in your hands first. നിങ്ങൾ ഒരിക്കലും മറക്കരുത്, നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. When you elect a UDF government, it will work for you. നിങ്ങളൊരു UDF ഗവൺമെന്റിനെ തെരഞ്ഞെടുത്താൽ ഞാൻ ഉറപ്പ് നൽകുന്നു, ആ ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കും, പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. It will make Kerala stronger. അത് ആ UDF ഗവൺമെന്റ് കേരളത്തെ ശക്തിപ്പെടുത്തുമെന്ന് ഞാൻ പറയുന്നു. Its fishermen stronger. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ശക്തരാക്കും ആ ഗവൺമെന്റ് എന്ന് ഞാൻ പറയുന്നു. Its business is stronger. കേരളത്തിലെ വ്യവസായങ്ങളെ ആ ഗവൺമെന്റ് ശക്തിപ്പെടുത്തും. Its workers stronger. കേരളത്തിലെ തൊഴിലാളികളെ ശക്തിപ്പെടുത്തും. Its farmers stronger. കർഷകരെ ശക്തിപ്പെടുത്തും. Its laborers stronger. തൊഴിലാളികളെ ശക്തിപ്പെടുത്തും. And most of all, it will make its women stronger. എല്ലാത്തിനും ഉപരിയായി ആ UDF ഗവൺമെന്റ് കേരളത്തിലെ സ്ത്രീകളെ ശക്തിപ്പെടുത്തും. So, I thank you for listening to me so patiently. I thank my sisters especially who have been waiting for a long time in this heat. And I urge all of you to support the UDF candidates in this election. Make yourselves a strong state and show the path to the rest of the country. ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ചിരുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ചും എന്റെ സഹോദരിമാരോട് ഇത്രയും നേരം ക്ഷമയോടെ എന്നെ കേട്ടിരുന്ന അവർക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളോട് ഒരിക്കൽ കൂടി നിങ്ങളെ ശക്തരാക്കാൻ വേണ്ടി, നിങ്ങളുടെ സംസ്ഥാനത്തെ ശക്തരാക്കാൻ വേണ്ടി ബുദ്ധിപൂർവ്വം Today I go back to Delhi and I go back with a heart full of love, filled with your affection and full of respect for you. ഞാൻ ഇന്ന് ഡൽഹിയിലേക്ക് തിരിച്ചു പോവുകയാണ്. I have been very, very happy for the last 2 days while touring Kerala and happy to meet all of you along the roadsides who have given me so much love. Thank you very much. ഞാൻ തിരിച്ചു പോകുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഒരു മനസ്സുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. 2 ദിവസങ്ങളായി നിങ്ങളെ കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ നൽകിയ സ്നേഹത്തിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, ഈ ചരിത്രപരമായ സംഗമത്തിന് ഇവിടെ എത്തിച്ചേർന്ന, ഇത് വൻ വിജയമാക്കിയ നിങ്ങൾ ഓരോരുത്തർക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിയും ഇവിടെ നമ്മളോട് സംസാരിച്ച നമ്മുടെ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധിയോട് തൃശ്ശൂരിന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം
സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി